അയാളുടെ ഒരു സിഗ്നൽ ഹലോ ഹലോ എന്നുള്ളത്. ആ കൈയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. അത് അടിച്ചു പൊട്ടിച്ചേ പറ്റൂ. അപ്പൊ ഈ ഹലോ ഇത്രയേറെ വർക്കൗട്ട് ആവുമെന്ന് സെറ്റിൽ ആർക്കും നിശ്ചയമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സ്റ്റസിയിലാണ്. ഇങ്ങനെ ഒരാളെ തന്റെ ട്രാപ്പിൽ വന്ന് വീഴ്ത്തി ഇങ്ങനെ വലിഞ്ഞു മുറുകിന്റെ അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ പത്തി വിടർത്തി നിൽക്കുന്ന പോലെ. അപ്പൊ ആ പോയിന്റിൽ നിന്നാണ് ഞാൻ കണ്ടത് പാമ്പ്. ബെൻസ് കോളറിൽ പിടിക്കുമ്പോൾ പൊട്ടിയ ബട്ടൺസ് ഉള്ള ഷർട്ടാണ് പുള്ളി തുന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അയാളുടെ ക്യാരക്ടറാണ്. അയാൾ തുന്നി ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് അയാൾ കോടതിയിൽ പോകുന്നത്. ഫഹദ് പടം കണ്ടിട്ട് എൻ്റെ ഇടയ്ക്കയിൽ വിളിച്ചിട്ട് എന്തൊരു ആർക്കാണ് ആ ക്യാരക്ടർ, അതൊരു ആക്ടർ എന്ത് ഗംഭീരമായിട്ടാണ് ബിനു ചെയ്തേക്കണേ. അന്നത്തെ ദിവസം പോകാൻ നേരത്തെ എൻ്റെ വൈഫ് ബാക്ക് ചെയ്തു. വൈഫിനോട് നാളെ സാറിനൊരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും കൊടുത്തു. ഞാൻ എന്തിന്? സാർ നാളെ ലാൽ സാർ കൂടെ ആടെ പറയാം. സാർ ഞാൻ കഥയിലേക്ക് നിർത്തിയിട്ട് ഇപ്പൊ 7 വർഷം തുടരും എന്ന് പറഞ്ഞ പേര് ദിവസം രഞ്ജിത്തേട്ടന്. അപ്പൊ ഞാൻ വേറെ പല എന്റെ സ്ഥിരം ഫോർമാറ്റുള്ള സൗദി വെള്ളക്ക അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവ പോലത്തെ പേരുകളൊക്കെ റാന്നി തസ്കർ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ബാക്ക് ഷോട്ട് നീ മോഹൻലാൽ എഴുതിക്കാൻ എന്നിട്ട് കൊടുക്കണം എഴുതിക്കാൻ. അപ്പൊ അവൻ ചേട്ടാ എന്തൊരു മാർക്കറ്റിംഗ് ആണ് ചേട്ടാ. അങ്ങനെയല്ല, എനിക്കത് അതിനേക്കാൾ വലിയൊരു ബ്രാൻഡിങ് വേറെ ഇല്ല ധൈര്യമായിട്ടത് പിടിക്കുന്നത്. അത് രഞ്ജിത്തേട്ടൻ എപ്പോഴും എടുക്കുക പറയും അതിനേക്കാൾ വലിയൊരു മാസില്ലത്. ലാലേട്ടൻ എപ്പോഴും ഇന്റർവ്യൂല് ഈ ഇപ്പം ആക്ഷനിൽ പുള്ളിയുടെ ക്രേസ് എല്ലാവർക്കും അറിയാം. ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ ആക്ഷനിലും ഇപ്പൊ ഇതിലാണ് പുള്ളി പലപ്പോഴും പറയാറുണ്ട് ത്യാഗരാജൻ മാസ്റ്ററെ ഓരോ സിനിമയ്ക്ക് മുമ്പും ആക്ഷന്റെ മുന്നേ പുള്ളി മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഓർക്കുന്ന പേരാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ മുരുകാവിളി നമുക്കത് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കത് പറയാം, അത് ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും റിയലിസ്റ്റിക്കുമാണ്, ഏറ്റവും വിശ്വസനീയവുമാണ്. എന്നാൽ സിനിമയിലെ ഒരു സിനിമയൊന്ന് എലവേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിട്ട് ആ മുരുകാവിളി മാറുന്നുണ്ട്. അതിന്റെ റേഞ്ച് മോഹൻലാൽ കൂടി വിളിക്കുമ്പോൾ അത് മോഹൻലാല് അല്ല അത് ഈ പറഞ്ഞ ഞാൻ ഈ സിനിമ വർക്കൗട്ടായി കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ട് ദിവസം രാവിലെ. അതായത് 25-ാം തീയതി പടം വർക്കൗട്ട് ആവുന്നു. 27-ാം തീയതി ലാലേട്ടൻ രാവിലെ ഒരു 7:30 ആയപ്പോൾ എന്നെ വിളിക്കണം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മോനെ നമ്മുടെ സിനിമ അങ്ങനെയാണ്, ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമ്മൾ ഓൺ സെറ്റിലെടുത്ത പല തീരുമാനങ്ങളും ഭയങ്കര അത്ഭുതകരമായിട്ട് ഈ സിനിമയിൽ മാറിയില്ലേ. അതുകൊണ്ട് ഭയങ്കര അനുഗ്രഹമുള്ള സിനിമയാണത്. അങ്ങനെ തന്നെ അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ഷൂട്ട് ചെയ്യണ സമയത്ത്, സ്റ്റേഷൻ ഫൈറ്റ് ഷൂട്ട് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഒരു മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒരാളെ മുകളിലോട്ടിട്ട് നിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തൊട്ടുള്ള പരിപാടി. അത് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റൺസിൽവയുടെ അടുക്കയിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരിക്കലും ലാലേട്ടൻ ഡയറക്ടറിന്റെ അടുക്കൽ സ്ട്രേറ്റ് ഇങ്ങനെ ചോദിക്കാറില്ല. അത് എങ്ങനെ ചെയ്താൽ നന്നാവും എന്നുള്ള രീതിയിൽ ഒന്നല്ലെങ്കിൽ ബിനുവിൻ്റെ അടുക്കൽ ചോദിക്കും, അല്ലെങ്കിൽ സുനിലിൻ്റെ അടുക്കൽ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പം ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫറോട് അല്ലെങ്കിൽ സിൽവയുടെ അടുക്കൽ ചോദിക്കും. അപ്പം എൻ്റെ അടുക്കൽ ചോദിച്ചു ഇങ്ങനെ സിൽവയുടെ അടുക്കൽ ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ചെയ്യാറ് ഒരു ഫൈറ്റർ എന്നുള്ളത്. അപ്പം അവർ എപ്പോഴും മുരുകൻ ഭക്തരാണ് കൂടുതലും എന്നുള്ള രീതിയിലൊക്കെ. ഒരു മുരുകാവിളി എന്തായാലും ചെയ്യൂലേ ഒരു ഫൈറ്റിനും, ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു ചെയ്യും സാർ, അത് എന്തായാലും ചെയ്യും. അപ്പം അങ്ങനെ സ്റ്റൺസിൽ വന്നിട്ട് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു സജഷൻ ചോദിച്ചു എന്ത് തോന്നുന്നു. 100% അതിനേക്കാൾ വലിയ ഒരു എലിമെന്റ് ഇനി ആ സിനിമയ്ക്ക് കിട്ടാനില്ല. അത്രയും വലിയ എലവേഷൻ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഓഫ് കോഴ്സ് അത് ചെയ്യണം. അത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഒരു നമ്മൾ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞോണ്ട് പോയി അത് ഒട്ടും ഓവർ ദ ടോപ്പിൽ കയറാത്ത രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഞാൻ പിന്നെ അപ്പം തന്നെ ക്യാരവാൻ അപ്പം നെഞ്ചേട്ടനും പറഞ്ഞു ചേട്ടൻ പറഞ്ഞ സജഷൻ നല്ലതല്ലേ തരണം. ഞാൻ ഉറപ്പായിട്ടും ചേട്ടാ അത് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ലാൽ സാറിനെ ഞാൻ ക്യാരവാനിൽ പറഞ്ഞു. സാർ അത് സൂപ്പർ സജഷനാണ്, അത് ഉഗ്രനായിരിക്കും, അത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മുരുക ആയിരുന്നു അന്നത്തെ ഒരു 5-6 ദിവസം ഞങ്ങളുടെ ഹൈ. അപ്പോൾ ഇത് ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ മുരുക. അപ്പം ഞാൻ ഈ പടത്തിന്റെ ടെയിലിന്റെ, അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന കാറുമായിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ലാൽ സാറിന്, അതിങ്ങനെ അല്ലായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് വേറൊരു പ്രതലത്തിലായിരുന്നു. ഒരു ഓവർ ഹില്ലിന്റെ ടോപ്പിലായിരുന്നു. അത് സുനിലിന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീനാണ് ആ ക്ലൈമാക്സ്. അപ്പം സുനിൽ എപ്പോഴും അത് സുനിലിന്റെ എന്നല്ല രഞ്ജിത്തേന്റെയും പേഴ്സണൽ ഫേവറേറ്റ് സീനാണ്. അങ്ങനെ ഒരു ഹില്ലിന്റെ ടോപ്പിൽ ആ കാറുമായിട്ട് പോയി നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാനത്
ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടൊരു അപ്പോൾ അതിൻ്റെ ഇടയിൽ സുനിലിൻ്റെ ഒരു വിദേശത്തേക്കൊരു ട്രാവലുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഡിസിഷൻ എടുക്കണം. അപ്പം ഞാൻ സുനിലിനോടൊന്നും പറഞ്ഞു, ഞാൻ ഒരു ഇതിൻ്റെ അവസാനത്തെ സീനൊന്നും മാറ്റി എൻ്റെ മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ സുനിൽ പോകുന്നതിന് 2 ദിവസം മുന്നേ അയച്ചു കൊടുത്തു, ഇങ്ങനെ ഫോണിൽ അയച്ചു കൊടുത്തു. അവിടെ എന്ത് തോന്നുന്നത്, നമുക്കിങ്ങനെ ഇയാൾ ഒരിക്കലും ഈ കാർ നശിപ്പിച്ച് കളയില്ല. ഇയാൾ എപ്പോഴും ഒരിക്കലും ആൾക്ക് കളയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എൻ്റെ മൈൻഡ്, അപ്പൊ നമ്മൾ ചില സിനിമകൾ വർക്ക് ചെയ്ത കഥയ്ക്കൊപ്പം പോകുമ്പോൾ നമുക്ക് ചില തോട്ട്, അപ്പൊ എനിക്കിത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് എനിക്കൊരു മുരുകവിളിയും കൂടി കിട്ടണം എന്ന്. അപ്പം സുനിൽ അത് ഓക്കെ. അപ്പം സുനിലേട്ടൻ അപ്പം എന്നെ പൂർണ്ണമായിട്ട് വിശ്വാസമായി. ആ തുടക്കത്തിൽ കണ്ടതല്ലേ, അപ്പൊ നമ്മൾ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഡിസ്റ്റൻസിനൊക്കെ നീ എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും ആ സിനിമക്ക് നല്ലതായിരിക്കുന്ന മൂഡിലെത്തി. അപ്പൊ സാറിന് നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത്, നീ അങ്ങനെ തന്നെ വിട്ടോ, അത് കറക്റ്റ് ആയിരിക്കും, നിന്റെ ചിന്ത കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ രഞ്ജിത്തേണ്ണനൊക്കെ പറഞ്ഞു. ഇപ്പൊ രഞ്ജിത്തേണ്ണയും ഈ പറയുന്ന ഇവരുടെ ഈ പേഴ്സണൽ സിനിമയാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരത് കാരണം അവരുടെ കുഞ്ഞാണ്. നമ്മൾ ഒരു സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോയിട്ട് കുറ്റം പറയുക അല്ലെങ്കിൽ മാറ്റി പറയാന്ന്. അപ്പം ചേട്ടാ ഇത് എങ്ങനെ ഉണ്ട്, ചേട്ടൻ സമാനത്തോടെ വായിച്ചാൽ മതി, മറ്റതും ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കി, എനിക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പൊ അതിന് എന്താണ് വായിച്ചിട്ട് എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ടു, ഇത് മതി. ഭയങ്കര ഇമോഷണലാണ് ചില കാര്യങ്ങളിൽ, പുള്ളിയുടെ കണ്ണ് കാര്യം. അപ്പൊ അതിൻ്റെ അകത്തൊരു മുരുകാവിളിയുണ്ട്. അപ്പൊ ആ ചിന്ത എനിക്ക് തോന്നിയത് ലാലേട്ടന്റെ ആ മുരുകയിൽ നിന്നാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സീൻ മാറ്റി എഴുതിയിട്ട് ലാലേട്ടൻ്റെ ഇടയ്ക്ക് കാണിച്ചപ്പോഴും മുരുക കണ്ടപ്പം മുരുകയും കൂടി വന്നു അല്ലേ എന്ന് ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടൊരു ഫസ്റ്റ് ടേക്ക് മുരുകയാണത്. ഇപ്പൊ കാണുന്നത് ഭയങ്കര ഒരു ജിപ്പ് ഷോട്ടിങ്ങിന് വെച്ചിട്ട് മുകളിലോട്ട് നോക്കിട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോഴേ നമുക്കുള്ളിൽ പെയിൻ കയറുന്നുണ്ട്. അതിന് പിന്നെ അതിന്റെ റിവർബും പരിപാടികളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു കൊളുത്തിപ്പിടുത്തമുണ്ട് ആ മുരുകവിളിക്ക്. അപ്പം എനിക്ക് 2 കൈൻഡ് ഓഫ് മുരുക, ഒരു ഭയങ്കര ഒരു ഒരു റിവഞ്ചിന് തൊട്ട് മുമ്പ് ഉള്ളൊരു മുരുകവിളി, മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയാ, ഒരു ദൈവികമായിട്ട് തന്നെ അർപ്പിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു മുരുകവിളി. അപ്പൊ ഇത് അതാണ് ഈ ലാലേട്ടൻ പറഞ്ഞത്, നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ഭയങ്കര അത്ഭുതകരമായ തീരുമാനങ്ങളാണ്. അപ്പം അവിടെ ആ മനുഷ്യന് അവിടെ ഒരു മുരുകവിളി വിളിക്കാൻ തോന്നിയതും, ആ മുരുകവിളിയിൽ എന്നെ പിടിച്ചുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി കൊടുക്കാമെന്നും അവിടെ ഒരു മുരുകവിളിക്ക് ഇത്രയേറെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നും ഉള്ള ഒരു എനിക്കൊരു തോന്നൽ ലാലേട്ടൻ വഴി ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാത്റൂമിന്റെ കൊളാപ്സ് സീനിന്റെ അതൊക്കെ വന്നപ്പോൾ നമ്മൾ ഡബ് ചെയ്യണ സമയത്ത് ഞാൻ ലാലേട്ട കരഞ്ഞുകൊണ്ടൊരു മുരുകവിളിയും കൂടി വിളിക്കാം. അപ്പം ആ സിനിമയ്ക്ക് 3 ഡയമെൻഷൻ, ഒരു ഒറ്റ വേർഡ് 3 രീതികളിൽ ഒരു ആക്ടറിന് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഡയറക്ടർ ആക്ടർ എക്സൈറ്റ്മെന്റ്. അതാണ് ആ സീൻ. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സെക്കൻഡ് ഹാഫ് ഉള്ള ടീസറൊക്കെ വന്ന സ്ഥിതിക്ക് ചോദിക്കാവുന്നല്ലേ അതിന്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി. പക്ഷെ നമ്മൾ സ്ഫടികത്തിലെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ, നമ്മൾ മോഹൻലാലിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ പല പിന്നെ സിഗ്നേച്ചർ മൊമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് അതിന്റെ ഒരു ആക്ഷൻ കൊറിയോയിൽ പുള്ളിയുടെ ഒരു ഭയങ്കരമായൊരു സിമ്പിൾ വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പുലിമുരുകൻ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ സീൻ ഇരുന്നിട്ടുള്ള സീൻ, കുട്ടികൾ പോലും അനുകരിക്കുന്ന ഒരു പിന്നെ അനിമേറ്റഡ് വേർഷൻ പോലെ ഒരു സാധനമുണ്ട്. ഇപ്പം മുണ്ട് പറിച്ചടിയുണ്ട്. ഇതിൽ അങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഒരിക്കലും അതും ഞാൻ നേരത്തെ പറയാ അവിടെ റിക്രിയേറ്റീവ് ഓപ്ഷൻ ഇല്ല, പുതിയതൊന്നും ഉണ്ടാക്കാവുന്നതാണ്. അവിടെ എനിക്ക് തരുണിന്റെ കാര്യത്തിൽ എപ്പോഴും ഈ മുരുകാവിളി അടക്കമുള്ള എപ്പോഴും തോന്നിയത് അത് റിയലിസ്റ്റിക് ആണ്. നമ്മൾ ഇദ്ദേഹത്തെ കാണുന്ന മുണ്ട് മുതൽ ഈ പറയുന്ന ശബരിമല റിട്ടേൺ ട്രാവൽ മുതൽ ഏറ്റവും ആ ബ്ലാക്ക് മുണ്ട് എന്നുള്ളത് ഏറ്റവും കൺവിൻസിങ് ആണ്. അത് ഫർഹാന്റെ അടുത്ത് ചെല്ലുന്ന സീനാണെങ്കിലും ഇതിലെല്ലാം റീസൺ ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫാൻസിന് ഇത് ഈ രീതിയിലും സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പുറത്തൊരു സ്റ്റൻഡ്യൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ തന്നെയായിരിക്കും അയാളുടെ ഹൈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സീൻ, ആ സ്പെസിഫിക് സീൻ, സ്പെസിഫിക് ആക്ഷൻ, അങ്ങനെ ഒരു സിഗ്നേച്ചർ ഫ്രെയിം എന്നുള്ളത് എങ്ങനെ ഈ ബ്ലാക്ക് മുണ്ട് യൂസ് ചെയ്യുന്ന ബിനു ആണ് സജസ്റ്റ് ചെയ്യണം. ബിനു പറഞ്ഞാൽ നമുക്ക് കാരണം അത് ബ്ലാക്ക് ആണെങ്കിൽ നന്നാവൂലേ, കാരണം അപ്പം നമുക്കത് കൺവിൻസിങ് കാരണം ഫസ്റ്റ് സീനിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് വന്നപ്പോൾ എനിക്ക് ആകോട് ഞാൻ അത് അനാവശ്യമായിട്ടൊരു പുലിമുരുകൻ റെഫറൻസിലോട്ട് പോകുമോ എന്ന് പറയുന്ന ഒരു കൺസേൺ മാത്രമാണ്. പക്ഷെ ഈ പറയുന്ന ശബരിമലയിൽ അത് കാണിച്ചത് കൊണ്ട് അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് മുണ്ട് ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഇയാളൊരു ഷിഫ്റ്റ് സമയം പോലെ അതങ്ങനെ സംഭവിച്ചു. ഈ പറയുന്ന പിന്നെ
ഈ ഹൈ മൂവ്മെന്റുകളെ പറ്റി കൃത്യമായിട്ട് മാർക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് എവിടെ കൈയിടും, മുരുക കൈയടിക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ആ ഫസ്റ്റ് ഫൈറ്റിൻ്റെ എൻ്റെ എക്സൈറ്റ്മെന്റ് ഒരു ബിരിയാണിയുടെ പാത്രം കൊണ്ട് ബിനുവിന്റെ തലക്കടിക്കുന്നത്, അതങ്ങനെ വേണം. ബിനുവിന് ഒരു ലോക്ക് ഇടണം. അത് ഈ പറയുന്ന പോലെ ഇനി അവൻ ഊരി പോകരുതെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലോക്കും അതൊരു പൊട്ടിക്കലും ആകണം. അത് അങ്ങനെ അതിനൊരു പ്രീ ഇതുണ്ടല്ലോ, ഈ കൈ ഇയാളുടെ മേളിൽ ഇവർ നടത്തുന്ന എല്ലാത്തിലും ഇയാളുടെ മേളിൽ കാണിക്കുന്ന അധികാരത്തിൽ ഈ കൈക്ക്, ഇയാളുടെ കൈക്ക് മേളിലാണ് ഇവർ കാണിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ഉണ്ട്. അത് ഈ പറയുന്ന നമ്മൾ ഭാരതിരാജ സാറിനെ യൂസ് ചെയ്യുന്ന സാറും ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണക്ട് ആയി വരികയും പിന്നീട് ഈ ഒരു ഇപ്പം നമ്മൾ ഇത്രയേറെ എല്ലാ ഫാൻസും ഓഡിയൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ജമ്പ് ഉണ്ടല്ലോ. അപ്പം അത് എനിക്ക് ജമ്പ് ചെയ്യണം എന്നറിയാം, പക്ഷെ ഇത് ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജമ്പ് ആവുന്നത് ആ ആക്ടിന്റെ ഓറയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ജമ്പ് ചെയ്ത് എങ്ങനെയാണ് ജമ്പ് ചെയ്ത് വരാൻ പോകുന്ന അറിയില്ല. പക്ഷെ ജമ്പ് ചെയ്ത് വരുമ്പോ അതൊരു ഫാൻറ്റം ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ലോ മോഷനിൽ അത് കാണുമ്പോൾ അത് ആ മുണ്ടടക്കം ഒരു റാ ഷേപ്പിൽ മാറി വരുന്നതെന്ന് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു മൊമെന്റ് ആണ്. അതിനുശേഷം ഈ പറയുന്ന ഫാനിന്റെ പരിപാടി, ലാത്തി കൊണ്ടുള്ള പരിപാടി, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടി, അതൊരു റിവേഴ്സ് ലാൻഡിംഗ് ആണോ അതോ അത് ഫസ്റ്റ് ടേക്കാണ്? ഫസ്റ്റ് ടേക്കാണ് അത്. ഫസ്റ്റ് അതിനപ്പുറത്തേക്ക് ടേക്ക്, കാരണം എനിക്ക് ലാൽ സാറ് ഇങ്ങനെ ചാടി വരുന്നു, അത് നിൽക്കുന്നു, അപ്പോൾ ഒരു കാറ്റിൽ ലാൽ സാറിന്റെ മുടിയടക്കം പറക്കുന്നു, ഇവൻ ആ മുണ്ട് അടക്കം ഇപ്പോഴും ഷോട്ട് പോയി കഴിഞ്ഞാൽ കാലടക്കം റാ പോലെയാണ് തന്നെ. അത് ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെയാണ്. അത് പിന്നെ നോക്കേണ്ടത് റീടേക്ക് പോകാനോ അതിനപ്പുറത്തേക്ക് ടേക്ക് കിട്ടാനില്ല എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഫീൽ ചെയ്യിച്ചോണ്ട് അത് തരുന്നത്. അതെന്റെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിനേക്കാൾ മികച്ച എലിമെന്റുകൾ കിട്ടിയിരുന്ന ഒരു ഏരിയ ആണത്. ഇപ്പൊ നമ്മൾ ബാത്റൂം കരച്ചിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കൈ ഒടിക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക, ഒരു സൈക്കിക് ആയിട്ടുള്ള ചിരി പോലെയൊക്കെ എന്റെ മനസ്സിൽ ഇതുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചാണ് ദ ബെസ്റ്റ് എന്നും പറഞ്ഞാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരു 10 ഇരട്ടി അല്ലെ 20 ഇരട്ടി മേളിൽ ഒരു പരിപാടി കിട്ടുമ്പോൾ നമുക്കൊരു റീടേക്ക് വിളിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു എലിമെന്റ് ആണത്. അങ്ങനെ കൃത്യമായ ഇടവേളകൾ ഫൈറ്റുകളിൽ നമുക്ക്. അപ്പം പിന്നെ എനിക്ക് ഇപ്പം ലാസ്റ്റത്തെ ജോർജുമായിട്ടുള്ള ഏരിയ വരുന്ന സമയത്തും കുറച്ച് ഹൈ മൂവ്മെന്റ്, ഇപ്പം കൈ, അപ്പൊ അയാളെപ്പോഴും അയാളുടെ ഒരു സിഗ്നേച്ചർ ഹലോ എന്നുള്ളത് ആ കൈയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. അത് അടിച്ചു പൊട്ടിച്ചേ പറ്റൂ. അപ്പൊ ഈ ഹലോ ഇത്രയേറെ വർക്കൗട്ട് ആവുമെന്ന് സെറ്റിൽ ആർക്കും നിശ്ചയില്ല. അപ്പൊ എനിക്കും പ്രകാശനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ഹലോ സ്ക്രിപ്റ്റിലും ഇല്ല. ഫസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് പുള്ളിയുടെ ഒരു സീക്വൻസ് രാവിലെ അത് നമ്മൾ അത് എങ്ങനെയാണ് എനിക്കങ്ങനെ പറയാൻ തോന്നുന്നത് അറിയില്ല. എനിക്ക് ആ മൊമെന്റ് പ്രകാശേട്ടാ നമുക്കൊരു ഹലോ വെച്ചാലോ, ഇയാൾ എല്ലാരെയും ഒരു ഹലോ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ പോലെ കൊടുത്താലോ. അത് പുള്ളി തന്നെ വളരെ കൃത്യമായിട്ട്. പിന്നീട് ചില ആളുകൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ഇയാളൊരു മാനിപ്പുലേറ്റർ ആണ്, നാർസിസ്റ്റ് ആണ്, എല്ലാ മലയാളികളിലും ഉള്ളൊരു കോമൺ സ്വഭാവമാണ്. അപ്പൊ ഈ ഇതൊക്കെ പേളിമാണിയാണ് സംസാരിക്കുന്നത്. പേളിമാണി ഒരു ദിവസം വിളിച്ചിട്ട് അയാളൊരു നാർസിസ്റ്റ് ആണ്. ഞാൻ അതെ നാർസിസ്റ്റ് ആണ്, അയാളൊരു മാനിപ്പുലേറ്റർ ആണ്. അതെ, അയാള് സൈക്കോ ഒന്നുമല്ല, അയാളുടെ ഈ അധികാരക്കുതിയൊക്കെ അങ്ങനെയുള്ള ആള്. അപ്പൊ പേളി ഇങ്ങനെ കുറെ എന്താ പറയാ പുസ്തകങ്ങൾ വായനയും റിസർച്ചുകളൊക്കെ ഉള്ള കൂട്ടത്തിൽ. അപ്പം ഞാൻ കാണുന്ന പേളി എന്ന് പറഞ്ഞാൽ വളവളാന്ന് സംസാരിക്കുക. പേളിക്ക് അതിനപ്പുറത്തേക്ക് ഇത്രയേറെ ഡീറ്റെയിൽ പേളി എൻ്റെ സംസാരിക്കുക. കാരണം അത് ഇയാള് വെപ്പൺലെസ് ആണ്, ഹാംലെസ് ആണ്, ഞാൻ എല്ലാവർക്കും ആക്സസിബിൾ ആണ് എന്ന് കാണിക്കാനുള്ള അയാളുടെ ബോധപൂർവമുള്ള ശ്രമമാണ് ഹലോ. എനിക്കറിയാം, നമുക്ക് ആർക്കും അങ്ങനെ. ഞാനതൊരു ചിലപ്പോൾ അതായിരിക്കാം അയാള് ഭയങ്കര, ഞാൻ പ്രകാശനോട് പറഞ്ഞ അയാള് ഭയങ്കര ലൈക്കബിൾ ആകണം. ചില ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, ഞാൻ ഭയങ്കര സ്റ്റേഷനിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ആർക്കും കേറി ചെല്ലാവുന്ന സ്പേസ്. അപ്പൊ ചില ആളുകൾ നമ്മുടെ ഇടയ്ക്കല് ഭയങ്കര എപ്പോഴും ഭയങ്കര പ്ലസന്റ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഹലോ. പക്ഷെ അത് ഭയങ്കര ഫേക്ക് ഹലോ ആണ്. പക്ഷെ അതിന് ആളുകൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന മാനിപ്പുലേറ്ററിന്റെ വെപ്പൺലെസ്, ഹാംലെസ്, ഐ ആം ആക്സസിബിൾ ടു എനിവൺ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള റീഡിങ്ങുകളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായി പ്രകാശന്റെ ഈ ഹലോ വിളി അങ്ങനെ ഉണ്ടായി വന്ന ഇനി പറഞ്ഞ പേളി അങ്ങനെ പറയുമ്പോഴാണ് അതിന്റെ റീഡിങ്സ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഏതൊരു ഇയാള് പോയിസൺ ആളുകളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹലോ വരും. അത് ആ സിനിമ ഇനി റീവാച്ച് ചെയ്യണ സമയത്ത് നമ്മളുണ്ട് ഞാൻ കൃത്യമായിട്ടത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കൈ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളത് നമ്മുടെ ഫീഡിങ്സ് ആണ്. ഇതിനെ നമ്മളൊരു 8-10 പോയിന്റുകൾ പറയുന്ന ഇടയിൽ ഉള്ള
ഇപ്പം എന്താണ് ഒരു സ്റ്റൺ കോറിയോഗ്രാഫർ വന്നൊരു സിനിമയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയും, അതിനപ്പുറത്തേക്ക് ഇതിന്റെ ആക്ഷനോ പഞ്ചാസോ ഇതിന്റെ ടൈമിങ്ങോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. സിൽവ മാസ്റ്റർ ഇതാണ് വേണ്ടത്, ഇന്ന പോയിന്റിലേക്ക് ഇത് എത്തിക്കണം എന്ന് പറയുന്നത്. അപ്പം ആ മുരുകാവളിയിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരു ബിരിയാണി കൊണ്ട് അടിക്കുന്ന ഒരു പോയിന്റിലോട്ട് ഒരു പഞ്ചുണ്ടാക്കി, അവിടെ നിന്ന് നേരെ ഒരു ലോക്കിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പഞ്ചുണ്ടാക്കി, അവിടെ നിന്ന് ജമ്പിലേക്ക് വരുന്ന നമ്മുടെ അടുത്ത ഈ പറഞ്ഞ സിഗ്നേച്ചർ പോയിന്റിലോട്ട് ഇത് കൊണ്ടുവന്നു. ആ സിഗ്നേച്ചർ പോയിന്റിൽ നിന്ന് പിന്നെ എൻ്റെ അടുത്ത സിഗ്നേച്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫാൻ കൊണ്ടുള്ള അടിയാണ്, അവിടം വരെ എത്തിച്ച് പിന്നെ അടുത്ത എൻ്റെ സിഗ്നേച്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാലൻ്റെ കയ്യിൽ തേടി വന്ന കൂട്ടത്തോട് പറഞ്ഞേക്ക് ഒറ്റയാൻ വീണ്ടും കാട് കയറുകയാണെന്ന് പറയുന്ന അവിടെ നിന്ന് ബിനുവിനെ വലിച്ചോണം. അപ്പൊ നമ്മൾ പറയുന്ന ബുള്ളറ്റ് പോയിന്റ് ഇടയിലുള്ള ഇവരുടെ ഡ്രോയിങ്സ് പൂരിപ്പിക്കലും അതിന്റെ വിഷ്വൽ അത് വളരെ കൃത്യമായിട്ട് മാസ്റ്ററിന്റെ ഇതാണ് നമുക്ക് വേണ്ടത്, ഇന്ന പോയിന്റിൽ ഈ ഹൈ മൂവ്മെന്റുകൾ തന്നെ. അപ്പൊ അതിന് അവരുടെ കുറെ ഗ്രാമേഴ്സ് ഉണ്ട് സാർ. ഇവിടെ ലോ ആക്കിയാലേ അവിടെ ഹൈ കിട്ടുള്ളൂ എന്ന് പറയുന്ന മാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പം അത് നമുക്ക് പുതിയ അറിവ്. ഞാൻ സൗദി വെള്ളക്കിൽ ഈ പറഞ്ഞ പോലെ ഒരടി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചാവൽ ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഈ സിനിമയിലാണ് ഞാൻ 3 ഫൈറ്റ് ചെയ്യുന്നത്. പോലീസുകാർ വന്നിട്ടുള്ള ചെകിട്ടത്തടിക്കാൻ. അപ്പൊ ആ ഗ്രാഫ് കൃത്യം മീറ്ററിൽ ജോയിൻ ചെയ്യുന്നത് സിൽവ മാസ്റ്ററാണ്. അത് ഇത് തന്നെയാണ് മറ്റേ ക്ലൈമാക്സ് സൈഡിലോട്ടും വരുന്ന സമയത്ത് ഹൈ മൂവ്മെന്റിൽ ഞാൻ മാസ്റ്ററിന്റെ ഇപ്പോഴും ഓർമ്മ ഞാൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കാറിന്റെ ബോണറ്റിൽ കൊണ്ടുവന്ന് ഒരു അടിയടിക്കണം, പിന്നെ അവിടെയുള്ള ഈ പറയുന്ന റബ്ബർ തടിയിൽ കൊണ്ടുവന്ന് മുഖം അടിച്ച് പൊട്ടിക്കണം. അതിനപ്പുറത്തേക്ക് പിന്നെ പറയുന്നത് നമ്മളൊരു ലിവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ലിവർ യൂസ് ചെയ്യുന്ന ഐഡിയ ലാലേട്ടനാണ്. അയാൾ എന്തായിരിക്കും അയാളുടെ വെപ്പൺ, പിന്നെ അപ്പോഴാണ് നമ്മൾ എന്തായിരിക്കും അയാളെ ഉള്ളു. അപ്പം ഈ പറയുന്ന ലിവർ യൂസ് ചെയ്യാം. ലിവർ യൂസ് ചെയ്യണ പരിപാടിയിൽ നിന്ന് ലിവർ വെച്ചിട്ടൊരു എന്താ പറയുക ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്, കടിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോകണം. അത് നമ്മളുടെ ഒരു ഹൈ പോയിന്റ് ആണ്. അവിടെ നിന്ന് പിന്നെ നമ്മളെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൈ അടിച്ചു പൊട്ടി. അപ്പൊ ഈ പോയിന്റുകൾക്കിടയിലുള്ള വരകളാണ് അത് ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഒരിക്കലും ഓവർ ദ ടോപ്പ് കയറാത്ത രീതിയിൽ കഥയോട് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അത് ഉണ്ടായാണ്. അപ്പം അത് മാസ്റ്ററോട് ഞാൻ ചോദിക്കും, മാസ്റ്റർ പറഞ്ഞത് അത് ഈ ഫൈറ്റിന് മുമ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇമോഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ബിലീവബിൾ ആകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഫൈറ്റ് പോലെ ഇരിക്കും. ഫൈറ്റ് സീക്വൻസ് ആണല്ലോ, ഇതൊരു പേ ഓഫ് ആവുകയും ഈ പറഞ്ഞ ഷൺമുഖന്റെ ഇമോഷനൊപ്പം ഫൈറ്റ് ചേർന്ന് പോയതാണ് ഈ സിനിമയുടെ നമ്മൾ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഹൈ മൂവ്മെന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൈയടിക്കുന്നത് ഇമോഷൻ വർക്ക് വെൽ ബിഫോർ ദ ഫൈറ്റ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ഇപ്പൊ ഒരു പ്രകൃതിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന സാധനം, അത് നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര ഓവർ ദ ടോപ്പ് ആവാം, ഭയങ്കരമായിട്ട് ഒരു കൂട്ടിച്ചേർത്തതോ കെട്ടിവെച്ചതോ ആയിട്ടുള്ള ഒരു അധിക മാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനൊരു റീഡിങ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്തതായിട്ട് തോന്നാൻ ഭയങ്കര സാധ്യതയുള്ള. പക്ഷെ ഇതിൽ ഈ പറയുന്ന തുടക്കത്തിലെ ഈ പറഞ്ഞ പിന്നെ ഉരുൾപൊട്ടല്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ഒരു ഓർഗാനിക് വേ ഉണ്ട്. ഞാൻ തരുണിനോട് എപ്പോഴും പറഞ്ഞത് തരുൺ ഉണ്ടാക്കുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഫിലിംസിന്റെ ഭംഗിയുണ്ട്, ഭയങ്കര സ്വാഭാവികതയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോ ഇവിടെ ഒറ്റയാൻ എന്ന് പറയുന്നതും ആനക്കൂട്ടം എന്ന് പറയുന്നതും സത്യത്തിൽ ഈ അങ്ങനെ ഒരു പിന്നെ മോഹൻലാൽ എന്നുള്ളൊരു ടൈറ്റിൽ കാർഡിനെ തന്നെ പ്ലേസ് ചെയ്യുന്നത് ഈ കാറ് വരുമ്പോൾ അതിൽ കാണുന്ന മോഹൻലാലല്ല, ഈ ആനക്കൂട്ടത്തിലേക്കാണ്. അപ്പോ അതിലെ ഒറ്റയാനിലേക്കാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് ഒരേ സമയത്തിന് ഫാൻസിന് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു അഡ്രിനാലിൻ റഷും ഉണ്ട്. എന്നാൽ സ്വാഭാവികതയോടെ ഈ സിനിമയുടെ കഥയ്ക്കകത്ത് ആ സ്റ്റോറി വേൾഡിൽ കയറുന്നവർക്ക് വളരെ കൺവിൻസ്ഡ് ആയിട്ട് ആ ഡ്രാമയുടെ പാർട്ട്, അതായത് അതിലൊരു ആ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്, അതിൽ അയാൾ വന്നു ചേരുന്ന കുടുംബമാണ്. ഈ പറയുന്ന ആ സ്റ്റോറിയെ കൺവിൻസിങ് ആവുന്ന ഒരു മെറ്റഫറും പാരലൽ ട്രാക്കുമാണ്. അത് സൗദിയുടെ കാര്യത്തിലും അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന കൊടയും മഴയും പശ്ചാത്തലം ആ രീതിയിൽ മഴയും കടലെല്ലാം ആ രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ഇതിൽ അങ്ങനെ ഒരു മെറ്റഫറിനോ അതേ തന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റും ആക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടർ മോഹൻലാലിനെയും സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർ മോഹൻലാലിനെയും സെലിബ്രേറ്റ് ചെയ്യണം. എന്നാൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് സ്റ്റോറി ടെല്ലിംഗും ആവണം. അല്ല, ഈ മെറ്റഫർ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ നമുക്കൊരു അധികപ്പറ്റാവാത്ത രീതിയിൽ. അപ്പം അത് നമ്മള് റാന്നി പോലത്തെ ഒരു സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മലയോര പ്രദേശത്തേക്ക് വന്നപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ വന്നതാണ് ആന. ഈ ഫോറസ്റ്റിന്റെ പാർട്ടായതുകൂടി തന്നെ എലിഫന്റ് എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ കഥ പറയാൻ വേണ്ടി നമ്മൾ ഈ ഓഡിയോ വെക്കുന്നതിന് മുമ്പ് ഞാൻ ലാലേട്ടനൊക്കെ പറയുന്ന ആദ്യ വാചകം, ലാലേട്ടനെ നമ്മൾ ഇതിൻ്റെ ഒരു ആനയുടെ മെറ്റഫറിലാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് എന്ന് പറഞ്ഞൊരു മൂളി. അപ്പം അന്ന് ലാലേട്ടൻ ചിലപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണില്ല. അപ്പം ഒരു എലിഫന്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. ലാലേട്ടൻ ആന, ഒരു ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡയലോഗിന്റെ ഇടയിലും ഒക്കെ
കയറി അപ്പൊ ഇത് ആനയും സിംഹവും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്ക്രിപ്റ്റിലൊക്കെ ഉള്ളത് തോന്നൽ. കാരണം കാട്ടിലെ രാജാവ് എന്നുള്ളതാണ് ജോർജ്. അത് അപ്പം ആനക്കൂട്ടത്തിൽ ഒരു കുട്ടി ആനയെ ഒരു സിംഹം പിടിച്ചതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു കാട്ടിലെ വഴക്ക് എന്നുള്ളതായിരുന്നു മെറ്റഫറിക്കൽ സ്റ്റോറി. അപ്പൊ അതിങ്ങനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്ന് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇത് സിംഹവുമായിട്ട് ജോർജിന് ഉപമിക്കാൻ പറ്റുന്നില്ല. കാരണം ജോർജ് സിംഹമല്ല. അത് നമുക്ക് എഴുത്തിന്റെ സമയത്തിന് ഇയാളുടെ ഈ പോയിസണിങ് ഉണ്ടല്ലോ, അപ്പൊ സിംഹത്തിന് സിംഹമായിട്ട് നമുക്ക് തോന്നണില്ല. അപ്പൊ ഞാൻ എഴുത്തിന്റെ സമയത്ത് തന്നെ എനിക്ക് ഇയാൾ സിംഹമായിട്ട് കണക്ട് ചെയ്യാനും പറ്റണില്ല. അപ്പം എലിഫന്റ് എന്നുള്ള മെറ്റഫർ നമ്മുടെ ഫൈനൽ ഡ്രാഫ്റ്റിൽ ഞാനും സുനിലേട്ടനും തമ്മിൽ ലോക്ക് ചെയ്യണതിൻ്റെ അകത്ത് എലിഫന്റ് ഈസ് ദയർ. ഈ പ്രകാശ് വർമ്മയുടെ ക്യാരക്ടർ ഈ പറയുന്ന കൈൻഡ് ഓഫ് നാർസിസം, കൈൻഡ് ഓഫ് സൈക്കിക് ഡിസോർഡർ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ലിറ്ററലി എന്താണെന്ന് നമുക്കത് എന്താ പറയുക ഇക്വേഷൻസിലൂടെ കിട്ടുന്നില്ല. അപ്പം പ്രകാശേട്ടൻ ഇങ്ങനെ അഭിനയിക്കാൻ വരുന്നു. അപ്പം പ്രകാശേട്ടൻ നമ്മൾ പറയുമ്പോഴും പ്രകാശേട്ടൻ ആദ്യം ഞാൻ എടുക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നിൽ ഇങ്ങനെ ഷർട്ട് തുന്നുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് ഷോട്ട് പ്രകാശ് വർമ്മ എടുക്കുന്നത്. അപ്പം നമ്മൾ വില്ലനിസം ആണല്ലോ, വില്ലനിസം ചെയ്യാനായിട്ട് പല രീതിയിൽ പല പരിപാടികൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ഷോട്ട് എടുത്ത് സിഗരറ്റ് കടിച്ച് പിടിച്ചിട്ട് ടി വിയിൽ അതിങ്ങനെ വലിച്ച് അതിൻ്റെ പുകയൊക്കെ വിട്ടുകൊണ്ട് ഭയങ്കര അറഗൻറ്റിൽ തുന്നുന്നു എന്നുള്ള. അപ്പം ഞാൻ അതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഞാൻ ചേട്ടാ നമുക്ക് അടുത്ത ഷോട്ടിലോട്ട് പോവാം. അപ്പം എനിക്ക് ക്യാരക്ടറെ കിട്ടിയില്ല. ഈ പ്രകാശ് വർമ്മ ചെയ്യുന്ന സിംഹമായിട്ട് തന്നെ നിൽക്കുകയാണ്, സിംഹമല്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് പ്രകാശൻ അത് ഓക്കെ അല്ലേ തരണേ, ഓക്കെ അല്ലേ ഇത് തരണം, ഹാപ്പി അല്ലല്ലോ എന്ന് എന്നോട് ചോദിക്കണം. അല്ല ഞാൻ പറഞ്ഞ ചേട്ടാ വർക്കായി വരും, വർക്കൗട്ടായി, ഇതൊരു ചെറിയ കട്ടല്ലേ, ഇതിങ്ങനെ പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈ ജോക്കറിലെ മ്യൂസിക്, ജോക്കറിലെ ആ തീം മ്യൂസിക് ഉണ്ട്, അതിങ്ങനെ സെറ്റിലിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ടീം അതിൻ്റെ ഒരു മൂഡില്ല, ഷായി ചേട്ടൻ ആ മൂഡിലാണ്. ത്രൂ ഔട്ട് നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. അതേപോലെ ഇങ്ങനെ ത്രൂ ഔട്ട് സെറ്റിൽ ആ വീടിൻ്റെ മുറികളിലൊക്കെ ഇങ്ങനെ പ്രകാശനം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബെഡിൽ വന്ന് രണ്ട് കാലും ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അത് ആ മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ജസ്റ്ററാണ്. അയാൾ ഇങ്ങനെ ഭയങ്കര എക്സ്റ്റസിയിലാണ്, ഇങ്ങനെ ഒരാളെ തന്റെ ട്രാപ്പിൽ വന്ന് വീഴ്ത്തി ഇങ്ങനെ വലിഞ്ഞു മുറുകിന്റെ അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ പത്തി വിടർത്തി നിൽക്കുന്ന പോലെ. അപ്പൊ ആ പോയിന്റിൽ നിന്നാണ് ഞാൻ കണ്ടത് കണ്ടത് പാമ്പ് പോയിസൺ എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിച്ചെങ്കിലും പാമ്പിനെ കിട്ടിയിട്ടില്ല. പത്തി വിടർത്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ വിരിഞ്ഞങ്ങോട്ട് നിൽക്കുക. അപ്പം നമ്മൾ ഈ ജോക്കറിന്റെ മ്യൂസിക്കും കൂടി നമ്മൾ അവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പം അതിങ്ങനെ വിരിഞ്ഞ് പ്രകാശേട്ടൻ നിന്ന പോയിന്റിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ ജോർജിനെ കിട്ടി എന്നാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ കണ്ണാടി വെക്കുന്ന മിററിൽ നോക്കിയിട്ട് കാണാം. അപ്പം ഞാൻ കുറേ ഷോട്ട് ആ ബെഡും കണ്ണാടിയും വെച്ചിട്ട് പ്രകാശേട്ടനെ കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 2 കട്ട നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം. എന്നാലും എന്താണ് ജോർജ് എന്ന് പറയുന്നതിൻ്റെ ഒരുക്കങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പ്രകാശം കിട്ടി ചേട്ടാ, ജോർജിനെ കിട്ടി. ഈസ് ലൈക്ക് എ സ്നേക്ക്. അതിങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുന്ന കാട്ടിലെ രാജാവാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പാമ്പാണ് പുള്ളി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം നമ്മൾ അന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് കൊണ്ടേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഷായിച്ചേട്ടാ നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്ത തുന്നണ ഷൂട്ട് നമുക്ക് ഒന്നും കൂടി എടുക്കാം, കാരണം അത് സിംഹമാണ്, അത് പാമ്പല്ല. അപ്പം ഞാൻ പറഞ്ഞു അപ്പം നീ എന്താടാ ഈ പറഞ്ഞ ലൈറ്റൊക്കെ കയറിയില്ലേ, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ആ സീക്വൻസിനൊരു അത് അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പം. അത് ബെൻസ് കോളറിൽ പിടിക്കുമ്പം പൊട്ടിയ ബട്ടൺസ് ഉള്ള ഷർട്ടാണ് പുള്ളി തുന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അയാളുടെ ക്യാരക്ടറാണ്. അയാൾ തുന്നി ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് അയാൾ കോടതിയിൽ പോകുന്നത്. അപ്പൊ അയാളുടെ വട്ടം അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി എടുക്കാം ചേട്ടൻ, ഒന്നും കൂടി ലൈറ്റിംഗ് പരിപാടിയിൽ ഒന്നും കൂടി മാറ്റിയിട്ട് കുറച്ചും കൂടി ഷാഡോ പരിപാടിയൊക്കെ പിടിച്ചിട്ട്. എനിക്ക് ആ സിഗരറ്റൊക്കെ ഭയങ്കര വൾഗറായിട്ട് തോന്നുന്നു. സിഗരറ്റ് നീയല്ലേ വെപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് അന്നേരം ക്യാരക്ടർ കിട്ടണില്ലല്ലോ. നമ്മൾ അന്നേരം എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി. അപ്പോൾ ഞാൻ പ്രകാശനോട് ചോദിച്ചു, പ്രകാശം നമുക്ക് ഒന്നുകൂടി ഇപ്പോൾ വൈ നോട്ട് നമുക്കിപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഹാഫ് അവറിൽ ലൈറ്റിംഗ് ഒക്കെ വണ്ടിയിൽ കയറിയ ലൈറ്റൊക്കെ തിരിച്ചെടുത്തിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഷോട്ട് ചെയ്തിട്ടാണ് ആ ഷോട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഫസ്റ്റ് ഡേയിലെ ഏതാണ്ട് ആദ്യത്തെ ഹാഫ് ഡേയിൽ തന്നെ എനിക്കും പ്രകാശേട്ടനും അതൊരു സ്നേക്കായിട്ട് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ജോക്കർ മ്യൂസിക്കാണ് ഞങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ പ്രകാശേട്ടൻ്റെ സീക്വൻസുകൾ മുമ്പൊക്കെ
നമ്മൾ ആ മ്യൂസിക് സെറ്റിൽ ഇടുമ്പോൾ നമുക്ക് ചില ചിന്തകൾ തോന്നും. അതിൽ നിന്നാണ് ഈ ഹലോ വരുന്നത്, അതിൽ നിന്നാണ് പുള്ളിയുടെ ചില നിപ്പുകൾ തോന്നുന്നത്. അപ്പം ഞാൻ ഈ വീട്ടിലോട്ടൊക്കെ വരുന്ന സമയത്ത് ചേട്ടാ ഒരു പാമ്പ് വീട്ടിലോട്ട് വരുന്ന, അപ്പം പാമ്പ് വരുമ്പോൾ പട്ടി പറിക്കൂലേ, അതാണ് ആ പട്ടി. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയിലാണ് ഇത് മൊത്തം പോകണമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഭാഗമായിട്ട് പുള്ളിയുടെ നാക്ക് നീട്ടലിന്റെ ജസ്റ്റർ വന്നേക്കണത്. അത് ഞാൻ പറഞ്ഞ അതൊരു എന്താ പറയുക, കൊളാബറേറ്റീവ് ആയിട്ട് അദ്ദേഹം ഒരു ഡയറക്ടറാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഡയറക്ടറുടെ മൈൻഡിൽ ഉൾക്കൊള്ള ഒരു സ്ഥലത്ത് പോലും പ്രകാശൻ ഒരു ഡയറക്ടറായിട്ട് എന്തൊക്കെ സംസാരിച്ചിട്ടില്ല. യു ആർ ദ ഡയറക്ടർ, നിങ്ങൾ പറയുന്നു, നിങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ അടുക്ക് എന്നോട് പ്രകാശന്റെ വൈഫ് അവിടെ നിന്ന്, നിങ്ങൾ വലിയ ഡയറക്ടറാന്ന് പറഞ്ഞാൽ അവിടെ പോയി അവന്മാരെ പഠിപ്പിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ആക്ടറായിട്ട് പോയാൽ മതി. അത് എനിക്ക് ഭയങ്കര, എന്നാലും ഞാൻ പ്രകാശനോട് ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും ചേട്ടൻ്റെ അകത്ത് ടേക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ചേട്ടൻ ഓപ്പണായിട്ട് പറയാം, അതെന്നെ ബ്രദറിനെ പോയി കണ്ടാൽ മതി, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് പക്ഷെ ആ ഫ്രീഡം കൊടുത്തിട്ട് പോലും ആ മനുഷ്യനത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ സജഷൻസ് ഇപ്പൊ എന്താ പറയാ, ഇപ്പം ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ ചില സജഷൻസ് ചോദിക്കും. അപ്പം ആ സജഷൻസ് നല്ലതാണെങ്കിൽ ഞാൻ ഒരുപാട് സജഷൻസ് വേണ്ടാന്ന് പറഞ്ഞു പ്രകാശനുണ്ട്. അത് പ്രകാശൻ പറയാൻ എൻ്റെ പറയും, നീ ആദ്യം ബുദ്ധിപരമായിട്ട് ഞാൻ പറഞ്ഞ സജഷൻസിനെ എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് വേണ്ടാന്ന് വെക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഈ പാമ്പ് വന്നത്, അങ്ങനെ വൂൾഫ് ഇപ്പം ബിനുവിന്റെ വൂൾഫ് വന്നത് എന്ത് ചെയ്യാൻ, എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും നമ്മൾ ലാലേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴും കോംപ്ലക്സിറ്റി, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ ബിനുവാണ്. അത് വെറുതെ ഒരു വില്ലൻ അല്ലല്ലോ, അയാൾക്ക് ശരികളൊക്കെ അറിയാം, താൻ ചെയ്യണ തെറ്റാണെന്ന് അറിയാം, പക്ഷെ അയാൾക്ക് തെറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ആ ഇമോഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇപ്പം ഫഹദ് പടം കണ്ടിട്ട് എൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട്, എന്തൊരു ആർക്കാണ് ആ ക്യാരക്ടർ, അതൊരു ആക്ടർ എന്ത് ഗംഭീരമായിട്ടാണ് ബിനു ഇത് ചെയ്തേക്കണം. എൻ്റെ ഷോപ്പ് സ്റ്റീലർ ബിനു, ലാലേട്ടൻ ചെയ്തു, പ്രകാശൻ ഒക്കെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും എന്നെ അത്ഭുതപ്പെടുന്നത് ബിനുവിന്റെ ആ ക്യാരക്ടർ ആർക്ക് മെയിൻ. അപ്പൊ അത് മാത്രമല്ല, അത് ഫ്ലിപ്പ് ചെയ്യുന്ന ഗ്രാഫിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് കൃത്യമായിട്ട് മാറ്റങ്ങൾ തിരിച്ചറിവുണ്ട്, അങ്ങോട്ടുണ്ട്. അതായത് രണ്ടുപേരും പുള്ളിക്ക് വില്ലന്മാരാണ്. വില്ലന്മാർക്കിടയിലാണ് പുള്ളിയുടെ കഥയിൽ പുള്ളി നായകനാകുമ്പോൾ എതിർവശത്ത് രണ്ട് വില്ലന്മാരാണ്. അത് പുള്ളിയുടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബിനുവിന്റെ അടുക്കാൻ എനിക്ക് ഒരുപാട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബിനുവിനെ നമ്മൾ ഒപ്പം നിൽക്കണം, നമുക്കിങ്ങനെ പാമ്പർ ചെയ്ത് ബിനുവിന്റെ കൂടെ തന്നെ നിന്ന് അതെങ്ങനെയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബിനുവിനെ ഞാൻ നോക്കാറില്ല. അത് സൗദി വെള്ളക്കാനാണെങ്കിലും ജാവയിലാണെങ്കിലും ആദ്യത്തെ 3 ദിവസം എനിക്കറിയാം ബിനുവിന്റെ ഒപ്പം നമ്മൾ നിൽക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ബിനുവിന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിനുവിന്റെ അടുക്കൽ ഒരു ഫീഡിങ്സും നമ്മൾ കൊടുക്കാറില്ല. ബിനു അതിലായിരിക്കും, ആ ക്യാരക്ടറിലായിരിക്കും. അത് പിന്നെ ഇവൻ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയാം. അപ്പം ഈ വൂൾഫ് വന്ന അങ്ങനെയാണ്. അപ്പൊ ഈ കാട്, ആന എന്നൊക്കെ ഉള്ളത് ഈ ഞാൻ റാന്നി എന്ന് പറയുന്ന ഒരു ജോഗ്രഫി വന്നതോടുകൂടി തന്നെയാണ് ഈ ഫോറസ്റ്റിന്റെ പരിപാടി വന്നത്. പിന്നെ ആന വന്നത് ഇങ്ങനെ, വൂൾഫ് വന്നത്. അവിടെ എന്തായാലും ഒരു ടൈറ്റിൽ കാർഡിൽ മോഹൻലാൽ എന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ എന്തായാലും തുടരും എന്നുള്ളതിനോട് ചേർത്ത് വയ്ക്കണം. എന്നാൽ പോലും മോഹൻലാലിൽ ഇത് പ്ലേസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനൊരു തിയേറ്റർ റിയാക്ഷനില്ല. മോഹൻലാലിനെ അല്ല നിങ്ങൾ 360ാമത്തെ സിനിമയിൽ മോഹൻലാലിനെ വെച്ചല്ല കൈയടിപ്പിക്കുന്നത്. അതായത് ഈ പറയുന്ന മെറ്റഫറിൽ കൈയടിപ്പിച്ചിട്ട്, അത് ആളുകളുടെ ഈ മോഹൻലാൽ മെമ്മറി കൂടിയാണല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു കൈയടി കിട്ടും ഞാൻ ഒരിക്കലും ഓർത്തില്ല. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് കൂട്ടം തെറ്റിപ്പോയൊരു ഒറ്റയാൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് സ്ക്രിപ്റ്റിലേ ഉണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നപ്പോ അതൊരു അവിടെ മോഹൻലാൽ പ്ലേസ് ചെയ്താൽ നന്നാകൂലേ എന്ന് പറയുന്ന രീതിയിൽ എഡിറ്റിൽ പ്ലേസ് ചെയ്ത് നോക്കിയതാണ്. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ അത് അവിടെ നിന്ന് ഈ ഇപ്പം ആനക്കൂട്ടം കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉള്ള ഏരിയ ആണ്. ഇങ്ങനെ ശബരിമലയിൽ നിന്ന് ആ യാത്ര പോയെന്ന് അതേ ഇങ്ങനെ തന്നെ ഹെലിക്യാം മുന്നോട്ട് പോകുമ്പോൾ ഒരു കൂട്ടം ആനകൾ കിടന്നുറങ്ങുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ആ ആനക്കൂട്ടം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ചോദിച്ച് അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി CGO ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് കൊമ്പ് പരിപാടികളുടെ ഒരു ആന ഉണ്ടാക്കി, കുട്ടിയാനയെ വെച്ചിട്ട് അതിന്റെ മൂവ്മെന്റുകൾ കൊടുത്ത്, അതൊരു ഈസി പ്രോസസ് അല്ല. അപ്പൊ അത് സ്റ്റോറിയിൽ ഏറ്റവും കൺവിൻസിംഗ് ആവുന്ന ഒരു മെറ്റഫറിക്കൽ ട്രാവലാണല്ലോ. പിടിയാനയും 2 കുട്ടിയാനകളും, അതാണ് ബെൻസിന്റെ കുടുംബമാണ് ആ കിടന്നുറങ്ങുന്നത്. അതിൽ തുടരും ടൈറ്റിലും കൂടി വന്നപ്പോ
അത് ഭയങ്കര തണുപ്പുള്ളൊരു ഇതായി. പിന്നെ ശേഷം ഈ പറയുന്ന ബെൻസിന്റെ ചെറുപ്പകാലമുള്ള ഫോട്ടോസ് കാണിച്ചു തുടങ്ങിയപ്പോൾ അവിടെ പോലും ഭയങ്കര റിയലിസ്റ്റിക് ആവുക എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചെറുപ്പം എന്ന് പറയുന്നത് നിങ്ങളല്ലേ അതൊരു കൺവിൻസിങ് ആയി. അതെ, അത് ലാലേട്ടന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ചെറുത് കളക്ട് ചെയ്തു. അതിന്റെ ചില ഫൈറ്റ് ചെയ്യണ ചില ഫോട്ടോസ് ഒക്കെ ലാലേട്ടൻ തന്നെ എനിക്ക് തന്നു. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചില മൂവ്മെന്റ് ബൈക്ക് ജമ്പുകൾ ഉണ്ടാക്കി. ഭാരതരാജയും വിജയ് സേതുപതിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടാക്കി. അത് ഈ പറയുന്ന പോലെ പിന്നെ അവർ റോക്ക് ഫൈറ്റ് ചെയ്യണ പോലത്തെ കുറച്ച്. അപ്പൊ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ റോക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു പരിപാടി വേണം, ബോഡി ഡ്യൂപ്പ് ചെയ്യണം, ബൈക്ക് ജമ്പ് ചെയ്യണം, ഇവർ രണ്ടും കൂടി ഗ്രൂപ്പ് ഫോട്ടോ വേണം, കാറിന്റെ എലിമെന്റ് വേണം, ശോഭനയുമായിട്ട് ഉള്ള ഇവരുടെ എലിമെന്റ് വേണം, കുട്ടി വേണം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിങ് അതിലൊരു ഒരു സീൻ പോലും വെറുതെ ആവണ്ട, റീസൺ ഇല്ലാതെ ഫ്രെയിം വേണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ട്. അങ്ങനെ തന്നെ ഉണ്ടായത്. ഇപ്പം മമ്മൂക്കയായിട്ട് നിൽക്കുന്ന ഫോട്ടോ വെച്ചാലും നമ്മുടെ കമൽ സാറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വെച്ചാലും അതങ്ങനെ സംഭവിക്കും. ഒരു ഇപ്പം നമ്മൾ കാണാറുണ്ട് ഈ പറയുന്ന സിൽവയുടെ ഒപ്പം വരുന്ന അസിസ്റ്റന്റ് അവര് ഈ ലാലേട്ടനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള കൊതിച്ച് നിൽക്കുന്ന പരിപാടി. അപ്പൊ നമ്മൾ പലപ്പോഴും അതേപോലത്തെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കും എന്നുള്ള എനിക്കത് ബിലീവബിളായി. അതിനുശേഷമാണ് ഇപ്പൊ സിൽവയുടെ കൂടെ തന്നെ ആളുകൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിയും അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ റെസ്പെക്റ്റും അവിടെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കണ്ടപ്പോൾ ആ ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ മമ്മൂക്കയുടെ ഒപ്പം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമൽ സാറിന്റെ ഒപ്പം എടുത്തിട്ടുണ്ടാവും. അത് വളരെ കൺവിൻസിങ് ആയിട്ട് വന്നപ്പോൾ അതെല്ലാം കൂടി ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, കഥയിലേക്ക് കയറാൻ വേണ്ടി ഒരു 3-4 പോയിന്റുകൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകന് കയറാൻ, ഒന്നല്ലേ ഇവിടെ, അവിടെയും കയറിയില്ലെങ്കിൽ കൺമണിപ്പൂ, അവിടെയും കയറിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അവിടെയും കയറിയില്ലെങ്കിൽ ഇന്റർവെൽ, ഇതിനുള്ളിൽ ആളുകൾ പടത്തിൽ കയറിയിരിക്കും. അല്ലാത്തവർക്ക് ഈ പടം വർക്കൗട്ട് ആവില്ല. അപ്പൊ എനിക്കിത് ഇവരെ കയറ്റാനുള്ള 4-5 പോയിന്റുകൾ സെറ്റ് ചെയ്തതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ആയിരുന്നു ഈ ടൈറ്റിൽ കാർഡ്. അതിനൊപ്പം തന്നെ നമ്മൾ പറയുകയാണ്, ഇപ്പം ചന്ദ്രകുമാറും ഭാരതിരാജ, നമ്മൾ ഭാരതിരാജ എടുക്കുകയാണെങ്കിൽ ഇപ്പം പളനി എന്ന് പറയുന്ന മാസ്റ്റർ, പളനിസ്വാമി എന്ന് പറയുന്ന മാസ്റ്റർ ആരായിരിക്കും എന്നുള്ള മൊമെന്റിൽ നമുക്ക് ഒരു മറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കൺവിൻസിങ് ഒരാൾ വരുന്നു. അത് നമുക്കൊരു മാസ്റ്ററിനെ എല്ലാ അർത്ഥത്തിലും ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഭാരതിരാജ. അത് ഇവർ തമ്മിലൊരു ഗുരുശിഷ്യ ബന്ധം കണക്ട് ചെയ്യുന്ന സംഗതി. അതേസമയം തന്നെ ഈ പറഞ്ഞ ഒരു ഗുരുസ്വാമി വൈബില് ചെയ്തിരിക്കുന്നു. അത് ഒരു കാസ്റ്റിംഗിൽ മാത്രമല്ല, ആ ക്യാരക്ടറിന്റെ ഇമോഷനിൽ ഭയങ്കര കീ പ്രോഗ്രാം ആയിരുന്നു അല്ലേ അത്. ഇപ്പം പളനി മാസ്റ്റർ എന്ന് പറയുന്ന ആള് ആരായിരിക്കും എന്ന് പറയുന്ന ചിന്തയിൽ വന്നപ്പം ഞാൻ ആദ്യം പറഞ്ഞ പേര് ഭാരതിരാജ സാറിനെ ചോദിച്ചു നോക്കിയാലോ. അപ്പം എങ്ങനെ ചോദിക്കും, സാറിന്റെ ഹെൽത്ത് ഓക്കെ ആണോ, സാർ ഇപ്പം ചെയ്യുമോ എന്നൊന്നും അറിയില്ല. മാസ്റ്റർ ഡയറക്ടർ അപ്പം എനിക്ക് ഭയങ്കര അതായത് നമ്മൾ ഇതിനു മുമ്പ് ഭാരതിരാജ സാറിന് ചില സിനിമകളിലേക്ക് കാണുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര അടുപ്പം. ഇപ്പം കുരങ്ങു ഉമ്മയില് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലോസ്, അല്ലെങ്കിൽ നമ്മുടെ ധനുഷിന്റെ പടത്തിന്റെ അത് കാണുമ്പോഴും ഒക്കെ ഭയങ്കര നമ്മുടെ വീട്ടിലുള്ള ആളെ പോലെ തോന്നുന്നു. ഇപ്പം നിത്യമേനോന് സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടിയത് പോലും ചിരിത്തമ്പലം അതിൻ്റെ അതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നും. അപ്പൊ അതിന്റെ എനിക്ക് ചിരിത്തമ്പലം കണ്ടപ്പോൾ അതിൻ്റെ അത് ടേക്ക് അവേ ആയിട്ട് തോന്നിയത് ഭാരതിരാജ സാറിന്റെ ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഭാരതിരാജ സാറിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം രഞ്ജിത്തേട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ ഒരു സിനിമയിൽ ഒരു ലെജൻഡായിട്ടൊരു ആളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. അപ്പം ഞങ്ങൾ പോയി കണ്ട് സാറിൻ്റെ കയ്യിൽ ഈ കഥയൊക്കെ പറയുമ്പോൾ സാറിൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനൊപ്പം ഞാൻ എത്രയോ ആളുകൾക്കൊപ്പം സിനിമ ചെയ്തു, പക്ഷെ എനിക്ക് ഇന്നേ വരെ മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു ഭാഗ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, 2 ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സാറ് ഈ സിനിമയിൽ വന്നത് ലാലേട്ടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒറ്റ കൊതിയുടെ പുറത്താണ്. ഇപ്പം ലാലേട്ടൻ്റെയും കൊതി എന്ന് പറയുന്നത് ഞാൻ ഭാരതിരാജ സാറിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു. അപ്പം അത് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലൊന്നും ഇല്ല, ഈ റെസ്പെക്ട്. ഇപ്പം ലാലേട്ടനെ പോലത്തെ ഒരാൾ ഭാരതിരാജനോട് കാണിക്കുന്ന ഒരു കെയറിങ്ങും റെസ്പെക്റ്റും ഉണ്ട്. ഒരു സമയത്ത് പോലും വെയിറ്റ് ചെയ്തിരുത്തിയാൽ ലാൽ സാറ് ഉടനെ കാരവാനിൽ പോലും ഇരിക്കില്ല, ഭാരതിരാജ സാറിൻ്റെ ഒപ്പം തന്നെ ഇരിക്കുന്നു. അത് അവരുടെ ആ മൊമെന്റ് അവർ നന്നായിട്ട് രണ്ടുപേരും നമ്മൾ ആസ്വദിക്കുന്നത് കണ്ടു, മെമ്മറബിളായിട്ട് അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഏറ്റവും മെമ്മറബിൾ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ ചെന്നൈയിലെ സ്ട്രീറ്റിൽ കൂടി രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് വാക്ക് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഷോട്ടിന് തൊട്ട് മുമ്പെന്ന് പറഞ്ഞില്ലായിരുന്നു, നമുക്ക് ഭാരതിരാജ സാറിൻ്റെ തോളി ഞാൻ ചരിപ്പിക്കട്ടെ. അപ്പം ലാലേട്ടൻ അയ്യോ അത് സാറ് ചെയ്യുമോ? അപ്പോൾ ഞാൻ ഭാരതിരാജ സാർ ഒന്ന് ലാലേട്ടനൊരു തോള് ചരിവുണ്ട്, സാറൊന്നൊരു തോളൊന്ന് ചരിച്ച് നിങ്ങൾ ബാക്ക് ഷോട്ടും ഫ്രണ്ട് ഷോട്ടും എടുക്കാവുന്ന രീതിയിൽ
അപ്പം ലാലിൻ്റെ ഏത് തോളാ ചരിഞ്ഞിരിക്കണേ എന്ന് ഭാരതീയത്തിലേക്ക്. എനിക്കത് ഭയങ്കര ലൈഫ് ലോങ് കൊണ്ടുനടക്കാവുന്ന ആ 2 പേര് അത് അങ്ങനെ ഒരു മൊമെന്റ്. ആണല്ലോ, അത് മാത്രമല്ല അതൊരു രസമുള്ള ഒരു അപ്പൊ കോമ്പിനേഷൻ. അങ്ങനെ തോള് ചരിച്ച് അപ്പൊ ഞങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ആനന്ദിക്കുകയാണ്. ഇപ്പൊ രഞ്ജിത്തേട്ടനുണ്ട്, ഷായി ചേട്ടനുണ്ട്, ഒരു ബാക്ക് ഷോട്ടും കൂടി വെച്ച് അവർ ആ നടന്നു പോകുമ്പോൾ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് പോകുന്നതിൻ്റെ അത് അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫുള്ളും ഉണ്ട്. അതിനുവേണ്ടി കൂടുതൽ കഥ സ്പൂൺ ഫീഡിന്റെ ആവശ്യമില്ലാത്ത കൂടുതൽ കഥകളില്ലാണ്ട് ഭയങ്കര മിനിമൽ ഇതിലാണല്ലോ ഈ ചെന്നൈ സ്റ്റോറി, വളരെ മിനിമലാണ്. മദ്രാസ് ഏരിയ പറഞ്ഞേക്കുന്ന അത്ര ചെറിയ. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഓൺ സ്പോട്ട് തോന്നുന്ന ഇംപ്രൊവൈസേഷൻ ആണ് ഈ ബെൽറ്റ്. ഞാൻ സെറ്റിൽ വരുന്നവരെ നമുക്ക് ബെൽറ്റ് കോൺസെപ്റ്റ് ഇല്ല. സെറ്റിൽ വന്ന് ഭാരതിരാജ സാർ വന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് നമുക്കൊരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടി, കാരണം ഇയാള് ഇത്രയും നാള് സിനിമക്ക് വേണ്ടിയിട്ട് ശരീരം മൊത്തം, അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു ബെൽറ്റ് ഉണ്ടാവില്ലേ. അപ്പം പിന്നെ അവർ അസിസ്റ്റൻസ് എവിടെ നിന്നൊക്കെയോ ഓടിപ്പിടിച്ച് ഓടുന്നതിന്റെ ബെൽറ്റ് എടുത്തോണ്ട് അതെനിക്ക് ഭയങ്കര ബിലീവബിളായി. അയാള് ഫൈറ്റ് ചെയ്യുമെന്നും അയാൾ അത്രയേറെ യാതനകളിലൂടെയാണ് വന്നിരിക്കുന്നത്, അയാൾ ഇപ്പം ഹെൽത്ത് വൈസ് അയാൾ ഓക്കെ അല്ല എന്നൊക്കെ തോന്നുന്ന ഒരു സീക്വൻസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഇതൊക്കെ അതാണ് ഈ ഭാരതീയ സാറുമായിട്ടുള്ള ഇതിനേക്കാളൊക്കെ ഉപരി സാറ് ഡബ് ചെയ്യാൻ വന്നു. അപ്പൊ ഞാനും രഞ്ജിതനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. ഞാൻ സാറ് ഓൺ ടൈമിൽ ഡബ് ചെയ്യാൻ വന്നു, ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ അങ്ങനെ ലിപ്പൊക്കെ നോക്കി ചെയ്യുന്നൊരവസ്ഥയൊന്നുമല്ല. സാറിങ്ങനെ നമ്മൾ പറയുന്നു, നമ്മൾ മൂഡ് പറഞ്ഞു കൊടുക്കുന്നു, അപ്പൊ അതനുസരിച്ച് സാറ് പറയുന്നു, അത് മിക്കപ്പോഴും ലിപ്പിൽ തന്നെ ആയിരിക്കും. എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കഥ ഞാൻ ഡബിങ് തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം രഞ്ജിതൻ അവിടെ ഡബിങ് അവിടുത്തെ സോളിൽ ഡയറക്ടറായിട്ട് രഞ്ജിതൻ ചെറിയ രഞ്ജിതൻ ഇരിക്കണം, ഞാൻ അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ സാർ ഇങ്ങനെ ഒരു കഥ പറയാം. സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നടന്ന ഒരാൾ, സാറ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് സാറിങ്ങനെ പല വഴിക്ക് പോയപ്പോൾ ഒരു കാറ്, സാറിൻ്റെ എല്ലാം ആയിരുന്നൊരു കാർ അവന് ശിഷ്യന് കൊടുത്തു വിട്ടേക്കാണ്. ഓൺ സ്പോട്ട് സാറ് കരയാൻ തുടങ്ങി. ഭയങ്കര ഇമോഷണലായിട്ട്, എൻ ലൈഫടാ ഇത്, ഞാനിങ്ങനെയാടാ ജീവിച്ചത്, എനിക്ക് കാർ, ഇപ്പം എനിക്ക് കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാറ് ഭയങ്കര ഇമോഷണലായി. അപ്പോൾ രഞ്ജിതേണ്ണ അറിയാലോ, രഞ്ജിതേണ്ണ ഇങ്ങനത്തെ ഒരു ഇമോഷൻ കാണാൻ രഞ്ജിതേണ്ണ അവിടെ നിന്ന് രഞ്ജിതേണ്ണ കണ്ണ് പറഞ്ഞ് ഇതേ കാറും കണക്ട്. അപ്പം സാറിന് ഇത്രയും കഥയുടെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അങ്ങനെ സാറിനോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനിത് ഡബ് ചെയ്യണ സമയത്ത് സാറിന് എൻ്റെ ഇമോഷണൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ട് സാറ് ഭയങ്കര ഇമോഷണലായി. പിന്നെ ഞാനും രഞ്ജിതേണ്ണും കൂടി അത് സാറിനെ പുറത്തു കൊണ്ടുവന്ന് ഇരുത്തി സാറിനെ സമാധാനം വെച്ചു. അപ്പം പിന്നെയും പുള്ളി പറഞ്ഞോണ്ടെങ്കിൽ അന്ത കാലം സാർ അവളോ സ്ട്രഗിൾ പണിയിருக்கு സാർ, ഒന്നുമേ ഇല്ല സാർ, ഒരു പൈസക്കൊക്കെ അപ്പുറത്തേക്ക് ബന്ധങ്ങളുടെ മൂല്യം. അപ്പൊ സാറിന്റെ ഒരു ഭയങ്കര ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ക്യാമറമാൻ, എല്ലാ സിനിമകളുടെയും ആ പുള്ളി മരിച്ചുപോയ കഥ, അപ്പൊ ആ മരണം കാണാൻ വേണ്ടി പോയപ്പോ ഉണ്ടായിരുന്ന വേദനകള്, കൂടെ ഉണ്ടായിരുന്ന ആള് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വേദനകൾ മൊത്തം ഇരുന്ന് അരമണിക്കൂർ ഇരുന്ന് ആ ഭാരതരാജ എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ നിന്ന് കയറി. അപ്പം ഞങ്ങളും ഓട്ടോമാറ്റിക്കലി ഇമോഷണൽ. അപ്പം സിനിമയാണല്ലോ ഈ പറയുന്നത്, കാലത്തിന്റെ. അപ്പൊ നമ്മളൊരു 5 മിനിറ്റോ 6 മിനിറ്റോ ആണ് ആ സബ്ജക്ട് പറഞ്ഞിട്ടുള്ളെങ്കിലും അതിൻ്റെ അകത്തൊരു വലിയ ഭാരതരാജ സാറിനൊക്കെ കണക്ട് ചെയ്യാവുന്ന ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് ജ്യോതിക മാമിന്റെ ഒന്നും കിട്ടി. ഞാൻ ഈ തമിഴ് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്റ്റണ്ട് മാസ്റ്റർ മരിച്ചു പോകുമ്പോൾ ഒരാൾ പോലും അവിടെ അടക്കാനില്ലാത്തൊരു സിറ്റുവേഷനിൽ അപ്പുറത്ത് പക്ഷെ ഇൻഡസ്ട്രികളൊക്കെ ആഘോഷിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും വലിയ കട്ടൗട്ടുകളും നിൽക്കുമ്പോൾ അവരെയൊക്കെ സ്റ്റാറാക്കിയ ഒരു ഫൈറ്റ് മാസ്റ്റർ മരണപ്പെട്ടു പോകുമ്പോൾ 5 or 10 ആളുകൾ മാത്രം നിൽക്കുന്ന ഇവർക്ക് ഭയങ്കര, എനിക്കറിയില്ല, ഞാനത് വളരെ ഒരു കോമൺ ലോജിക്കിൽ ഉണ്ടാക്കിയൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഞാനും സുനിലും കൂടെ ഉണ്ടാക്കിയത്. പക്ഷെ അതിനെ മൊത്തത്തിൽ അവരെടുക്കുന്ന അത് തമിഴ്നാട്ടിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഇളവരശം ഉണ്ട്, അതിൻ്റെ തന്നെ ഇളവരശം ഉണ്ട്, അല്ലെങ്കിൽ സത്യ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര പേഴ്സണൽ, ഇങ്ങനെയാണ് സാർ ഇവിടെ, ഇതാണ് ഞങ്ങളുടെ ലൈഫാണ് സാർ എന്ന് പറയുന്ന ഒരു മൊമെന്റ്. അത് ഞാൻ പറഞ്ഞപ്പം എന്താണ് ഭാരതിരാജ സാറുമായിട്ടുള്ള ഈ സിനിമയിലത്തെ എൻ്റെ മെമ്മറബിൾ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഡബിങ് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞ 1 or 2 വരികൾ കഥയിൽ നിന്ന് പുള്ളി ഒരു വലിയ ജീവിതം പറഞ്ഞതാണ് എൻ്റെ ചന്ദ്രകുമാർ. അത് വേറെ രീതിയിൽ തരുൺ അപരിചിതമായ ഒരു സംഗതി തരുൺ എഴുതി അല്ലെങ്കിൽ സംഭവിക്കുന്നു. അതെ. അപ്പം ഇത് എനിക്ക് സുനില് ഈ ഏരിയ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ല, എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. കാരണം സുനിൽ മിസ്സാക്കാൻ, കാരണം ഇത് സുനിലിന്റെ സിനിമയാണ്, 100% ഇത് സുനിൽ സ്വപ്നം കണ്ടത്. അപ്പം എനിക്ക് നിർബന്ധമാണ് സുനിൽ ഒരു മൊമെന്റും ഇതിന്ന് മിസ്സാക്കരുത്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി സുനിലിന് ചെന്നൈ സീക്വൻസ് വരാൻ പറ്റില്ല. അപ്പം ഞാൻ രാവിലെ വന്ന് ഭാരതരാജ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കോളിൽ ഭാരതരാജ സാറിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ
സുനിലിന്റെയും ലൈഫിന്റെ ഇതൊക്കെ ഒരു സർക്കിൾ അപ്പൊ നമ്മള് സിനിമ ഷൂട്ട് ചെയ്ത് ഫ്രെയിമിൽ കൊണ്ടുവന്നേക്കാൾ അപ്പുറത്ത് ഇങ്ങനത്തെ ചില മൊമെന്റുകൾ ചെറിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതും ഈ പറയുന്ന പോലെ സുനിലിനെ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ രഞ്ജിത്തേട്ടന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്റെ അങ്ങനെ 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 കുറെ മൊമെന്റ്. അങ്ങനെയാണ് ഭാരതിരാജ സാറിന്റെ കഥ. ഇപ്പം ചന്ദ്രകുമാർ സാറിന്റെ കഥ എന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ ഇത് നടക്കുന്ന സംഭവം, എനിക്ക് രഞ്ജിത്തേട്ടൻ ഒരു മധുസാറിനെ പറ്റി എഴുതിയ ഒരു ബുക്കിൽ രജപുത്ര ഇറക്കുന്ന ഒരു വലിയൊരു ബുക്കുണ്ട്. അതെനിക്ക് രഞ്ജിത്തേട്ടൻ ഇത് തരുണിന്റെ വീട്ടിലിരിക്കേണ്ട ബുക്കാണെന്ന് പറഞ്ഞ് തരുവാണ്. അപ്പം ഞാൻ അതിന്റെ പേജുകളൊക്കെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഓരോരുത്തർ മധുസാറിനെ പറ്റി എഴുതിയ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഞാൻ ഒരു പേജ് എത്തിയപ്പോൾ ഞാൻ കുറച്ച് സ്റ്റക്ക് ആയി നിന്നു. ചന്ദ്രകുമാർ സാറല്ലേ സാറേ, ഈ സാർ അഭിനയിക്കൂ എന്ന്. അപ്പം എന്താണെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാം, അഭിനയിക്കുമെന്ന് എനിക്കറിയാം, ചോദിക്കാം. ഓൺ സ്പോട്ടിൽ തന്നെ ചന്ദ്രകുമാർ സാറിനെ വിളിക്കുകയാണ്. ചന്ദ്രകുമാർ സാറിനെ വിളിച്ച് നമ്മുടെ ഡയറക്ടർ മധുസാറിന്റെ ബുക്ക് കൊടുത്തപ്പോൾ വേറെ ഒന്നും ചോദിച്ചില്ല, ഈ ഫോട്ടോ എടുത്തിട്ട് ഈ സാർ അഭിനയിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പം ചന്ദ്രകുമാർ സാർ പറഞ്ഞ് അവന്റെ പടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവന് ഞാൻ എവിടെയൊക്കെയോ അവന് വേണ്ടി ഒരു ഫേസ്ബുക്കിൽ എവിടെയൊക്കെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അവന്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വന്നേക്കാന്ന് അവനോടൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് സാറിന്റെ ശബ്ദം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, ഭയങ്കര വേറെ അസ്കി ആയിട്ടൊരു സൗണ്ട് അല്ലേ. അതും കൂടി എനിക്ക് ഈ ബിനുവിനോടൊക്കെ ഇഷ്ടതാണ്, ബിനുവിന്റെ ഈ രൂപവും ശബ്ദവും. അപ്പൊ അതേപോലെ ഒരു കോൺട്രാസ്റ്റ് ആണ് ചന്ദ്രകുമാർ സാറിന്. അപ്പൊ ഞാൻ ശബ്ദം കൂടി കേട്ടപ്പോൾ പിന്നെ ഫ്ലാറ്റ്, എങ്ങനെയെങ്കിലും ഈ ശബ്ദവും ഈ രൂപവും സിനിമയിൽ എങ്ങനെയും കാണിച്ചാൽ മതി എന്ന അവസ്ഥയായി. അങ്ങനെ ചന്ദ്രകുമാർ സാറ് വരുന്നു. ഈ പറയുന്ന 2 ദിവസം മുന്നേ തന്നെ ഈ ഡയറക്ടറെ കണ്ട് ലുക്കൊക്കെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി വന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും നമ്മളൊക്കെ വന്ന് സാർ ഞാൻ ഓക്കെ ആണെങ്കിൽ സാർ പറയണം സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവര് ലാലേട്ടന് മുമ്പ് തുടങ്ങുന്ന ശബ്ദം പുള്ളിയല്ലേ. അതെ ലാലേട്ടൻ പറഞ്ഞിട്ട് ലാലേട്ടനായിട്ട് കോൺവെർസേഷനിൽ അവരാ വന്നത്. അപ്പൊ അത് എന്താ പറയാ, ചന്ദ്രകുമാർ സാർ അതിനെ ഭയങ്കര രസം. ഇപ്പം ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലൊക്കെ ചന്ദ്രകുമാർ സാറിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഞാനത് ആ സീനൊക്കെ ചന്ദ്രകുമാർ സാറിന്റെ ആദ്യം എടുക്കുന്നത്. അപ്പൊ അന്ന് ഈ ആർട്ടിലൊക്കെ നോക്കുന്ന കുറെ പിള്ളേരുണ്ട്, നമ്മുടെ മെയിൻ ഐഡീസ് അല്ലാണ്ട് ചെറിയ, അവർക്ക് ചന്ദ്രകുമാർ സാറിനെ അറിയില്ല. അപ്പം നമ്മള് എല്ലാവരും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സാറിനെ നോക്കണം. അപ്പം അപ്പോൾ ഈ കൊടയൊക്കെ കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടി അപ്പൊ ആർട്ട് അസിസ്റ്റൻസ് നോക്കുന്ന ആർട്ടിന്റെ ടീമിലുള്ളവരുടെ ഡ്യൂട്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവര് സാർ കൊട സൂക്ഷിക്കണ്ടേ എന്ന് ചന്ദ്രകുമാർ. അപ്പൊ അത് സാറിനെ പോലത്തെ ഒരാൾ ഇത്രയും ലെജൻഡറി ആയിട്ട് സാറിന്റെ അടുക്കി വന്നിട്ട് കൊട സൂക്ഷിക്കണ്ടേ എന്ന് ചോദിക്കണതിൻ്റെ അകത്ത് എൻ്റെ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ. അപ്പൊ അത് ലാലേട്ടൻ്റെ അടുക്കയിൽ മണിയമ്മള് ചന്ദ്രകുമാർ സാറിനോട് ആർട്ട് നോക്കണ ഏതോ പയ്യന്മാരൊന്നും ചോദിച്ചു കൊട സൂക്ഷിക്കണത്. അപ്പം ചന്ദ്രകുമാർ സാർ അവർക്കറിയില്ലല്ലോ ഞാനാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോഴേക്കും നാട്ടുകാർക്ക് മനസ്സിലാകുന്നു. അപ്പൊ പക്ഷെ സാറ് എനിക്ക് ഡബിങ്ങിന് വന്നപ്പോൾ സാർ എൻ്റെ ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ഞാനും സാറും ഒരുമിച്ച് ഡബ് ചെയ്യിക്കണം. ഞാൻ കൺസോളിൽ തന്നെ ഉണ്ട്. സാർ ഇങ്ങനെ ഡബ് ചെയ്യിച്ച് ഒരു വട്ടം ചെയ്തിട്ട് പോയി, പിന്നെ ലാൽ സാർ വന്ന് ഡബ് ചെയ്തതിനു ശേഷം വീണ്ടും സാർ വന്ന് ചെയ്ത്. അപ്പം ഇങ്ങനെ ഒന്ന് നോക്കൂ, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾ ഇങ്ങനെ ശരിയാണോ നോക്കുന്നു പറയുന്നത് സാറിന്റെ കുറെ എല്ലാം കഴിഞ്ഞ ശേഷം സാറിനൊക്കെ ഞാൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്ക് ഞാൻ പല കുറിപ്പുകളൊക്കെ എഴുതി, നീ അത് വായിച്ചിട്ടുണ്ടോന്നും അറിയില്ല, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ എനിക്ക് ഈ മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടർ, തമിഴിലെ ലെജൻഡറി ഡയറക്ടർ, ഇവരെ രണ്ടുപേരെയും ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയത് ആസ് എ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ആസ് എ ഡയറക്ടർ എൻ്റെ ഏറ്റവും വലിയ, സുനിലേട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെല്ലാം ഒപ്പിയെടുക്കാൻ പറ്റിയത് ഭയങ്കര. തരുൺ ഒരിക്കലും ഒരു സിനിമ തുടങ്ങുന്ന കാലത്ത് പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, എനിക്ക് ഇപ്പം നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ ആളെ വെച്ച് ഷൂട്ട് ചെയ്യുമെന്ന് പോലും നമ്മളിതൊന്നും ചിന്തിച്ചിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് എത്തുന്നതിന് മുന്നേ അഭിനയമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത്, ഈ ഓൺലൈനിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ എത്രയോ വട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഈ പടത്തിന്റെ അനൗൺസ്മെന്റ്. ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ ഒരു പടം നടക്കാൻ പോകുന്നു, ബെൻസ് എന്ന് പറഞ്ഞ സാധനം നടക്കാൻ പോകുന്നു, രജപുത്രയുടെ പടം. നമ്മള് മോഹൻലാൽ ഫാൻ ബോയ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ പ്രോജക്റ്റുകളിൽ ഭയങ്കര വിചിത്രമാണല്ലോ. ഞാൻ എത്രയോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാൻ കമന്റ് അടിച്ചിട്ടുണ്ട് ആ ഫോട്ടോയ്ക്ക്. പണ്ട് ലാലേട്ടന്റെ വേറൊരു കുറച്ചും കൂടി മൊട്ടയൊക്കെ അടിച്ചിട്ടുള്ള രൂപമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ. അപ്പം ഇത് എന്തോ വണ്ടി കൊള്ളക്കാരനായിട്ടുള്ള നമ്മള് വളരെ കൗതുകത്തോടെ ഇതിന്റെ ന്യൂസുകളൊക്കെ തപ്പിപ്പോയിട്ടുണ്ട്. അപ്പൊ അതേ കഥ തന്നെ വർഷങ്ങൾക്ക് ശേഷം നീ ചെയ്യൂ എന്ന് പറഞ്ഞ ദൈവമേ ഇത് എങ്ങോട്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓരോ സിനിമയും വെയിറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് മോഹൻലാൽ ഫാൻസ് കൂടി ഉണ്ടല്ലോ. അപ്പം തുടരുന്നുള്ള കാര്യത്തിൽ, ആളുകളുടെ കാര്യത്തിൽ ഇതൊരു
കംപ്ലീറ്റ് ഫാമിലി ഡ്രാമ, ഈ പറഞ്ഞ ആക്ഷൻ സീക്വൻസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു പ്രൊമോ സോങ് വരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഏതെങ്കിലും ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു ശരിക്കും അതൊരു സക്സസ് ട്രെയിലറോ ടീസറോ സോങ് ഒക്കെ പോലെ വരുന്നത്. പക്ഷെ ഞാനിപ്പോഴും ആ പാട്ട് കാണുമ്പോൾ അതിൽ തരുണിന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ. തരുണ് മോഹൻലാലിന്റെ 360 സിനിമയില് മോഹൻലാലിനോടൊപ്പം പെർഫോം ചെയ്യാണ്. ഞാൻ ആ ഒരു മൊമെന്റ്സ് എന്തായിരുന്നു? കോൺഫിഡൻസ് ഒന്നുമല്ല അത്. അങ്ങനെ നമ്മൾ ആ സോങ് പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും എൻ്റെ ഡാൻസ് പരിപാടിയൊന്നും ഞങ്ങളുടെ വിഷനിലേ ഇല്ല. അപ്പോൾ ഇത് ലാൽ സാർ വന്നു, ശോഭനമായിട്ട് ഫസ്റ്റ് ദിവസം ശോഭനമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇവിടെ നമ്മൾ കോമ്പിനേഷൻ എന്നല്ല എടുക്കണേ. ഈ ലാൽ സാർ അടക്കം വന്നിട്ട് ബൃന്ദാ മാസ്റ്റർ ഉണ്ടെങ്കിൽ പറയും ഇയാൾ കഥകളി ആർട്ടിസ്റ്റാണ്, ഇയാൾ കഥകളി ആർട്ടിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതുവരെയുള്ള ബൃന്ദാ മാസ്റ്ററിൻ്റെ റെസ്പെക്റ്റ് ഒക്കെ മാറി. കാരണം മറ്റൊരു ഡയറക്ടർ വന്ന് ഇപ്പോൾ കഥകളിനെ പറ്റി ചോദിക്കാന്നുണ്ടെങ്കിൽ എത്ര വർഷം പഠിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലാൽ സാർ വന്നിട്ട് ഈ കഥകളിയുടെ കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പോകും. എല്ലാം കഴിഞ്ഞ് അന്ന് തലേ ദിവസം അന്നത്തെ ദിവസം പോകാൻ നേരത്ത് എൻ്റെ വൈഫ് ബാക്കിൽ പോകണം. വൈഫിനോട് നാളെ സാറിനൊരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും കൊടുത്തു വിടും. ഞാൻ എന്തിന്? സാർ നാളെ ലാൽ സാർ കൂടെ ആടെ പോറാം. ഞാൻ സാർ ഞാൻ കഥകളിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ 7 വർഷം മുമ്പ് അതുകൊണ്ട് ഇപ്പം കഥകളി എന്ന പരിപാടി തന്നെ ഞാൻ പിന്നെ പണ്ടിരുന്ന പോലെ ഒന്നും ഞാൻ ഭയങ്കര വണ്ണമൊക്കെ വെച്ചപ്പോൾ എൻ്റെ ബോഡിയൊക്കെ ഇനി ഫ്ലെക്സിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ട്. മാസ്റ്റർ ഒടുക്കത്തെ കോൺഫിഡൻസ് ഒന്നുമില്ല സാർ. വൺസ് ഒരാൾക്കുള്ള ഋതം ഇരുന്നാൽ അത് എപ്പോ ആലും കിടക്കൂ. മാഡം പ്ലീസ് ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങോട്ട് ബൃന്ദാ മാസ്റ്റർ ഇങ്ങനെ കോൺഫിഡൻസ് വന്നോണ്ടിരിക്കേ. അപ്പം ഞാൻ സ്പോട്ട് ചെയ്യുന്ന ഷഫി നമ്മുടെ എഡിറ്റർ തന്നെ എൻ്റെ സ്പോട്ട് ചെയ്യുന്നത്. ഷഫിനോടാ ലുക്ക് സ്റ്റെപ്പ് ഇന്ന് രാത്രി എനിക്ക് അയച്ചു തരണം, എനിക്കിത് നാണം കിടൂല്ലോ, ലാൽ സാറിനൊപ്പമാണ് ചെയ്യാൻ പോകുന്നത്. പുള്ളി വന്ന് പടയെന്ന് ചെയ്തു. നമ്മളിപ്പോഴും അവിടെ കിടന്ന് ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി റീടേക്ക് പോകുമ്പോൾ സംവിധായകൻ എന്നുള്ള മെഴുകു പ്രതിമ ഉരുകി പോകില്ല. അപ്പം ഞാനിപ്പോ ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാണം കെടാൻ പോകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞപ്പം ഇവൻ എനിക്ക് അയച്ചു തന്നു രാത്രി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ മോനൊക്കെ എന്നെ പഠിപ്പിക്കണേ, അപ്പൊ അങ്ങനെ ചെയ്യാ എല്ലാ എന്റെ വൈഫും ഭയങ്കര എക്സൈറ്റ്. എന്റെ ഭർത്താവ് ലാൽ സാറിനൊപ്പം ഡാൻസ് കളിക്കാം. അപ്പം പെപ്പെ അത് അങ്ങനെ നോക്കി ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര പഠിപ്പിക്കൽ രാത്രിയിൽ. എല്ലാം കഴിഞ്ഞ് എന്തൊക്കെയോ സ്റ്റെപ്പിന്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി രാവിലെ വന്ന് ബൃന്ദാമാസം എടുക്കുന്ന പുതിയ സ്റ്റെപ്പ് രാത്രി പഠിപ്പിച്ച സ്റ്റെപ്പുകളൊന്നും അല്ല ഇപ്പം. അപ്പം തന്നെ നെർവസ്ഡായി. അപ്പം ലാൽ സാർ പറഞ്ഞതിന് മുന്നേ തന്നെ 2 അസിസ്റ്റൻസും കൂടി നിന്നിട്ട് എന്നെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പം നെർവസ്ഡായി. ഞാൻ പിന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അകത്ത് പോയി മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇത് ലാൽ സാറിൻ്റെ കൂടെ കളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പ്രശ്നം മൊത്തതാണ് ഡയറക്ടറെ ഒരു ഡാൻസ് മാസ്റ്റർ തെറി പറയുന്ന അവസ്ഥ ഉണ്ടായാൽ ലാൽ മൊത്തത്തിൽ എൻ്റെ ഇമേജ് തന്നെ ബ്രേക്ക് ആയി പോകില്ല എന്നുള്ളത്. പിന്നെ എന്ത് നാഷണൽ അവാർഡ്. അപ്പം ഈ ലാൽ സാറിൻ്റെ മകളായിട്ട് അമൃതയുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് എന്ത് പറഞ്ഞാലും അപ്പൊ അവളോട് ഞാൻ വന്ന് നീ കാരവാനിൽ വന്നിട്ട് എന്നെ ഡാൻസ് കൃത്യമായിട്ടൊന്ന് പഠിപ്പിച്ചാണ്. അവള് കൃത്യമായിട്ടൊക്കെ കളിച്ചിട്ട് പോയി ഇന്നലെയൊക്കെ. പിന്നെ അവളും ഞാനും കൂടി കാരവാന്റെ റൂമിൽ നിന്നിട്ട് ഈ കണ്ണാടി നോക്കിയിട്ട് ഇവളാണ് എന്നെ സ്റ്റെപ്പ് മൊത്തം പഠിപ്പിച്ചിരുന്നത്. സാറ് കാണിക്കുന്ന പൊളിയാണ് സാറേ, ഭയങ്കര പൊളിസാണ്. അങ്ങനെ അതൊക്കെ പഠിച്ച് ഞങ്ങൾ ഒരു കുറേ പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് സ്റ്റെപ്പ് തെറ്റില്ല എന്നൊരവസ്ഥയിലെത്തി. ലാൽ സാറിൻ്റെ ഇടയ്ക്കിലോട്ട് വന്ന് നിന്ന് അപ്പം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പണ്ട് രജനി സാറും രവികുമാർ സാറും കൂടി ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് നമ്മളങ്ങനെ ആടാൻ പോവാണ് സാർ. എനിക്ക് നിങ്ങൾ കഥകളില്ലേ പിന്നെ എന്തിനാ പഠിക്കണേ, ഇത് കോൺഫിഡൻസ് അല്ല. അപ്പൊ ഞാൻ സാർ നമുക്ക് ചെയ്തു നോക്കാം സാർ എന്നാണ്. അപ്പൊ ഈ ലാൽ സാറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഓടിപ്പോയി തോളത്തിട്ട് തട്ടുക, ജില്ലാ സ്റ്റൈലാണ്. ലാൽ സാറിന്റെ തോളത്ത് തട്ടുമ്പോൾ തന്നെ ലാൽ സാർ ഈ ട്രൈസ് എടുത്തിട്ട് പിടുത്തുണ്ട്. അപ്പൊ നമ്മള് ഈ തട്ടുമ്പോൾ തന്നെ നമ്മുടെ റബ്ബർ പന്ത് പോലെ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് പിന്നെ വന്ന് ലാൽ സാറ് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെയ്യാം, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യും, അങ്ങനെ നമുക്ക് ചെയ്ത് നിൽക്കാം. എന്നിട്ട് പിന്നെ ഒരു തട്ടൊക്കെ തട്ടുമെന്നൊക്കെ പറഞ്ഞ് അത് 2-3 ടേക്കിലൊക്കെ അത് ഓക്കെ ആയിട്ട് വന്നു. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഞാൻ ഇവിടെ നടക്കണമെന്ന് അറിയണില്ല. ഞാൻ ഡാൻസ് മാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് 8, 7, 6, 5 എന്ന് കയറി ഡാൻസ് കളിച്ച് ചെന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോയി നിൽക്കുമ്പം ബിനു ആണ് ആ സമയത്ത് മോണിറ്ററിന്റെ ബാക്കി ഇരിക്കണം. ബിനു ആണ് സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർ ആയിരുന്നത്. ബിനു ആണ് അത് ഡയറക്റ്റ് ചെയ്യണേ. ഞാൻ അങ്ങോട്ട് നോക്കുമ്പം ഒരു വലിയ സംഘം, ബി ഉണ്ണികൃഷ്ണൻ സാറ്, മഹാസുബൈർ, ആന്റണി ചേട്ടൻ, എല്ലാവരും ഇങ്ങനെ. അപ്പം ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ കണ്ടപ്പം തന്നെ എൻ്റെ അപ്പം എന്താണ് ഞങ്ങളൊക്കെ ഇനി ഡാൻസ് കളിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു സാർ പെപ്പൊക്കെ ഒരു അഭിമാനം ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ലാൽ സാർ വന്നിട്ട് ഇനി എല്ലാ ഡയറക്ടേഴ്സും എനിക്കൊപ്പം ഡാൻസ് കളിക്കണം.
ഇങ്ങനെ നിങ്ങൾ സിനിമ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഇതൊക്കെ ചെയ്താലേ ഇനി അപ്പൊ പിന്നെ അതിന്റെ പാർട്ടായിട്ട് പോയി. പിന്നെ അത് ഡോൺ, അതൊരു ചെറിയ എപ്പിസോഡായിരുന്നു. പിന്നെ ഡോൺ മാക്സ് വന്ന് കട്ട് ചെയ്തപ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും വിരിച്ചങ്ങോട്ട് വെച്ച് അതൊരു എന്താ അതിന്റെ ഒരു ക്യാരക്ടർ പോലെ അതിന്റെ ഉള്ളിലാക്കി. ഒരിക്കലും അപ്പൊ എന്റെ ഡിസ്കംഫർട്ട് മൊത്തം ഇതായിരുന്നു. ഇവർ ഈ ഫാൻസ് എല്ലാരും വന്നിട്ട് ഡെയിലി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രമോസോങ് എവിടെ, പ്രമോസോങ് എവിടെ. അപ്പൊ ഞാൻ ഇവന്മാര് ചോദിക്കും, ദൈവമേ, ഒരു പടം ഇറങ്ങുന്നതിന് മുന്നേ സംവിധായകനും അതിന്റെ ആക്ടറും കൂടി ഡാൻസ് കളിക്കുമ്പോൾ അവന്റെ കോൺഫിഡൻസ് എന്താണെന്ന് അത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ആളുകൾ മെസ്സേജ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ഇതിന്റെ പ്രൊമോ ഷൂട്ട് ഇത്രയേറെ ഗംഭീരമായിട്ട് വന്നു എന്നും എം ജി അണ്ണനാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂലും പോയിരുന്നിട്ട് ഈ പ്രൊമോ സോങ്ങിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു സ്റ്റേജ് എത്തിയപ്പം പ്രൊമോ സോങ് വിട്ടാലോ എന്ന് പറയുന്ന സ്റ്റേജിലെത്തി. ലാലേട്ടൻ ചോദിക്കുന്നു, നമുക്ക് പ്രൊമോ സോങ് അല്ലേ വിട്ട്. അപ്പൊ എന്റെ ഇൻഫ്യൂരിറ്റി ഞാനും ലാലേട്ടനും കൂടി ഡാൻസ് കളിക്കുന്ന ഒരു പ്രൊമോ സോങ് റിലീസിന് മുന്നേ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഈ ഫാൻസ് ഒക്കെ ചോദിക്കും, അവന്റെ കോൺഫിഡൻസ് കണ്ടല്ലോ, അവൻ ഈ പടം പൊട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. അവൻ ഞാൻ രഞ്ജന ലാസ്റ്റ് മിനിറ്റിനെ വിളിച്ച്, തരണേ എന്ത് പറയുന്നു, തലേ ദിവസം വേണമെങ്കിൽ പ്രൊമോ സോങ് കൂടാ, തരണ എന്താണ് ചേട്ടാ, ഒരു കാരണവശാലും വിടല, ഇത് നമ്മുടെ മാനം പോണ കേസാണ്. പടം വർക്കൗട്ട് ആയാൽ അന്ന് രാത്രി ചേട്ടൻ വിട്ടോ പൂനിക്ക്. പക്ഷെ അതിന് മുമ്പ് ഇത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഭയങ്കര കോൺഫിഡൻസ് ആണെന്നും ആളുകൾ ഇതിനെ ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ആലോചിച്ചെടുക്കും. അവന്റെ കോൺഫിഡൻസ് കണ്ടില്ലേ, പ്രൊഡ്യൂസറിന്റെ കോൺഫിഡൻസ് കണ്ടില്ലേ, അവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ലാസ്റ്റത്തെ ഒരു ഷോട്ട് കണ്ടില്ലേ, അപ്പൊ അതവർ അടിക്കുമെന്ന് ഉറപ്പിച്ച് നമ്മൾ എന്തിനാണ് അഷ്വേർഡ് ഹിറ്റ് കൊടുക്കണ്ട, ആളുകൾ കണ്ട്. അപ്പൊ അത് വളരെ ക്ലീൻ ആയിട്ട് 100 CR ഞങ്ങള് 100 CR അടിക്കുമ്പോൾ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല. ഞങ്ങളൊരു ദിവസം പ്ലാൻ ചെയ്ത് എന്റെ ഔട്ടൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മളിത് ഈ ക്ലബിൽ കയറും എന്നൊരു മെസ്സേജ് കിട്ടി. അപ്പം തന്നെ നമ്മൾ തമ്മിൽ മാറ്റി ഇതൊരു 100 CRന്റെ സെലിബ്രേഷൻ സോങ് ആയിട്ട് മാറണം. അത് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്ത് ചെയ്ത് നമ്മൾ വെടിയൊക്കെ കൊണ്ടുവന്നുള്ള സാധാരണ ഏതെങ്കിലും കൂടി പാളി പോകാറുണ്ട്. ഇതിൻ്റെ അത് ചില സിനിമകൾക്ക് മാത്രമേ സംഭവിക്കാവുള്ളൂ. അങ്ങനെ ഒരു അത്ഭുതപ്പെട്ട അത് ഞാൻ പറഞ്ഞ അതിന് ഇവരുടെയൊക്കെ അതിന് ഞാൻ കാണുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷനേക്കാളൊക്കെ ഉപരി ഈ രഞ്ജിത്തേട്ടൻ ആ സിനിമേനെ കൊണ്ട് നടന്നതിന്, അല്ലെങ്കിൽ രഞ്ജിത്തേട്ടൻ ആ സിനിമേനെ കാത്തു സൂക്ഷിച്ചതിന്, അല്ലെങ്കിൽ ഇപ്പൊ സംവിധായകന്റെ സിനിമേനേക്കാൾ ഉപരിയായിട്ട് ഞാൻ തുടരും ഒരു നിർമ്മാതാവിന്റെ സിനിമയാണ്. പുള്ളിയാണ് അതിനെ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ ബാക്കി 2 സിനിമകളും അതിന്റെ സീഡിങ് മുതൽ ഒരു ഡയറക്ടർ ഫിലിമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു ആ പ്രൊഡ്യൂസർ അതിനെ കാത്തു സൂക്ഷിച്ചതിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ഇപ്പം കാണുന്ന വിജയം. അതായത് ഈ പറഞ്ഞതിൽ തുടർച്ചയില് തുടരും എന്ന് പറയുന്ന ടൈറ്റിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഒരു മലയാള സിനിമയുടെ ടൈറ്റിൽ ഇപ്പൊ നമ്മൾക്കറിയാം അമൂലിന്റെ പരസ്യത്തിലൊക്കെ കയറാറുണ്ട്. പക്ഷെ ഒരു തുടരും എന്നുള്ള ഒരു ടൈറ്റിൽ പിന്നീടുള്ള ആ മാസം ഇറങ്ങുന്ന ഏതാണ്ട് ടെക് കമ്പനി മുതൽ എല്ലാത്തിന്റെയും ക്രിയേറ്റീവ് പരസ്യങ്ങളുടെ ടൈറ്റിലായിട്ട് അതിലെല്ലാം ഒരു തുടരും എന്നുള്ളൊരു ക്രിയേറ്റീവ് ഡിസൈൻ തന്നെയായിരുന്നു. വിന്റേജ് എന്നുള്ള ആലോചന തുടരുന്നുള്ള ടൈറ്റിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ച്ലെസ് ടൈറ്റിലാണ്. പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ദൃശ്യമോ പുലിമുരുകനോ ഒപ്പം എന്നെടുത്തു കഴിഞ്ഞാൽ ആ പഞ്ച് മിസ്സായ ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിലേക്കാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഈ പറയുന്ന മറ്റേ ചോപ്പറിന്റെ എമ്പുരാൻ പോസ്റ്റർ വന്ന സമയത്ത് ഈ സ്പ്ലെൻഡർ ഞാൻ പറഞ്ഞ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഈ തുടരും എന്ന് പറയുന്ന ടൈറ്റിലിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കാനുള്ളത്. എന്താ തുടരും എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇതിന്റെ ആദ്യത്തെ പേര് ബെൻസ് എന്നായിരുന്നു. സുനിൽ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വന്ന് വർക്ക് ചെയ്തതിനു ശേഷവും ഞങ്ങൾ തീരുമാനിച്ച പേര് ഈ സിനിമയ്ക്ക് ബെൻസ് ഉണ്ടാകുന്ന തന്നെയായിരുന്നു. അപ്പോൾ ഏതോ ഒരു സ്റ്റേജിൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമോ എന്നൊക്കെ ഉള്ള ഞങ്ങളുടെ കൺസേൺസിലാണ് ബെൻസ് നമുക്ക് മാറ്റിയാലോ. അപ്പൊ ബെൻസ് എന്നുള്ളതിൻ്റെ അതും കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവമുണ്ട്. നമുക്ക് അങ്ങനെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഈ സിനിമ കൊടുക്കണ്ട. കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഒക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒപ്പം ദൃശ്യം എന്നൊക്കെ പോലത്തെ ഒരു സിനിമയുടെ പേര് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും ഷൂട്ട് തുടങ്ങി പല വഴിക്ക് പേരുകൾ ആലോചിക്കുന്നുണ്ട്, പല പേരുകൾ അസിസ്റ്റൻസ് അയച്ചു തരുന്നുണ്ട്, സുനിലേട്ടൻ അയച്ചു തരുന്നുണ്ട്, നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആക്ടേഴ്സ് നമുക്ക് പലതും അയച്ചു തരുന്നു. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആകുന്നില്ല. ഞാൻ കുറച്ച് പേരുകൾ അയച്ചു കൊടുത്തതിന് തുടരും എന്ന് പറയുന്ന പേര് ദിവസം രഞ്ജിത്തേട്ടന്. അപ്പൊ ഞാൻ വേറെ പല എന്റെ സ്ഥിരം ഫോർമാറ്റുള്ള സൗദി വെള്ളക്ക അല്ലെങ്കിൽ ഓപ്പറേഷൻ ജാവ പോലത്തെ പേരുകളൊക്കെ റാന്നി തസ്കർ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പടം ഈ വലിയ ഹിറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ നിങ്ങൾ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുള്ള പേരെല്ലാം പറയാം. റാന്നി തസ്കർ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പൊ രഞ്ജിത്തേട്ടൻ നമുക്ക് എല്ലാം പറയുവാണ്, ഏത് വർക്കൗട്ടാ എല്ലാം പറയുക. ആരംഭം എന്ന് പറഞ്ഞ സിനിമ ഒരു പേര് ആലോചിച്ചിട്ടുണ്ട്.
വിന്റേജ് ആലോചിച്ചിട്ടുണ്ട്. അപ്പം സുനിലേട്ടൻ വളയം എന്നൊക്കെ പറഞ്ഞ പേരുകൾ, അങ്ങനെ പല പല പേരുകൾ. പിന്നെ ആവേശമൊക്കെ പോലത്തെ ചില പഴയ സിനിമകളുടെ പേരുകളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും തൃപ്തിയാകുന്നില്ല. അപ്പം ഞാൻ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്, ചേട്ടാ തുടരും എങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ അയച്ചതിൻ്റെ മോഹൻലാൽ തുടരും, തരുൺമൂർത്തിയും രജപുത്രയും തുടരും. ഭയങ്കര പോസിറ്റീവ് അല്ലേ ചേട്ടാ? അത് പടത്തിന്റെ തുടക്കത്തിൽ തുടരും, ഇന്റർവ്യൂവിൽ തുടരും, പടത്തിന്റെ അവസാനം തുടരും. അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമായിരിക്കില്ലേ എന്ന് ചോദിക്കും. കൊള്ളാം. ഇപ്പം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ആണ് എനിക്ക് എന്താണ് കിട്ടുന്നത്. അപ്പൊ അതായിരുന്നു ഈ പറയുന്ന ആ സിനിമയുടെ പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ട് തുടരും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ലൈഫ് തുടരുവാണ്. ഒരാളുടെ 10-12 ദിവസത്തെ കഥയാണ് പറയുന്നത്. അയാളുടെ നമ്മള് പയ്യന്റെ ലൈഫ് കൂടി അവിടെയും അതെ മകള് തുടരുകയാണ്. എല്ലാ രീതിയിലും അതൊരു പോസിറ്റീവ് നോട്ടിലാണ് കഥ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തുടരും ഭയങ്കര രസമുള്ള ടൈറ്റിലായിരിക്കും എന്നുള്ള രീതിയിൽ. എന്നാലും ഇത് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുന്നില്ല, ആരും നമ്മളിത് സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു പോസ്റ്റർ ഇടാനായിട്ടൊരു ആലോചനയൊക്കെ ആയിട്ട്, ഞാൻ യെല്ലോ ടൂത്ത് ആണ് നമ്മൾ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ഭയങ്കര ഉരുണ്ടിരിക്കുന്ന, ഇപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ തുടരുമേ, രായും ഡായും തായും എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര തുറമുഖം എന്നൊക്കെ എഴുതുമ്പോൾ കിട്ടുന്ന ഭംഗി. അപ്പം ആ ടൈറ്റിൽ കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഭംഗിയുള്ളൊരു ടൈപ്പോഗ്രഫി പിടിക്കാം. അപ്പൊ നിങ്ങൾ നല്ല വലുപ്പത്തിൽ ഒരു ടൈറ്റിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഈ യെല്ലോ ടൂത്ത് അവരുടെ കണ്ടംപററി സ്റ്റൈലൊക്കെ മാറ്റും, ന്യൂ ഏജ് പരിപാടികൾ ചരിച്ചെഴുതുന്നതും നീളത്തിലെഴുതുന്നതൊക്കെ വർക്ക്. അപ്പൊ ഇതൊന്നും ഈ സിനിമയ്ക്ക് ചേരുന്നതല്ല. അത് നമ്മൾ രഞ്ജിത്തേനും വർക്കൗട്ട് ആവുന്നില്ല, എനിക്കും വർക്കൗട്ട് ആവുന്നില്ല, ഇതല്ലടാ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ഒരു ടൈറ്റിലുമായിട്ട് ഇവര് ഒരു ദിവസം ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്നത് കാണിക്കാനായിട്ട് വരിക. അപ്പൊ ലാലേട്ടൻ കണ്ടു തുടരും നല്ല ടൈറ്റിലാണല്ലോ, നല്ലതാണ്, നല്ല രസമുണ്ട്. അപ്പൊ അതിനകത്ത് ലാലേട്ടൻ ഈ ലിപികളിൽ എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം ലിപികളുടെ കാര്യത്തിലുള്ള ലാലേട്ടൻ്റെ കുറച്ച് കൺസേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവർ വീണ്ടും വർക്ക് ചെയ്യാൻ പോയി. അപ്പൊ ഈ ആ സമയം അനൗൺസ് ചെയ്യുന്നില്ലേ L360 എന്ന് പറഞ്ഞ്, നിങ്ങൾ എത്ര നാളായി എന്ന് പറഞ്ഞ് ഇന്നത്തെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ അനൗൺസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് ബർത്ത്ഡേയുടെ സമയത്ത് സ്ലോട്ട് മിസ്സായിപ്പോയി. പിന്നെ ഇങ്ങനെ എമ്പുരാൻകാർ ഇങ്ങനെ അപ്ഡേറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു അറ്റൻഷൻ കിട്ടാത്തൊരു സമയം വന്നു. അങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പോൾ ടൈറ്റിൽ, കാരണം എനിക്ക് പ്രഷർ വന്നു, ഈ ഓൺലൈനിൽ നമ്മളെ മെൻഷൻ ചെയ്തിട്ട് ഇത് L360 എന്നുള്ള പേര് നിനക്ക് ഇതുവരെയും മാറ്റാറായില്ലടാന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ എന്തുണ്ടെങ്കിലും നമുക്ക് പേര് അനൗൺസ് ചെയ്യാൻ ചേട്ടാ, തുടരും തന്നെ ഫൈനൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫൈനൽ ചെയ്യാൻ സമയം മലയാള സിനിമ മൊത്തം നിശ്ചലമാവുന്ന മറ്റേ ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂസ് മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും തീവ്രമായ ഒരു വിഷയം ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടരും എന്നും പറഞ്ഞൊരു പേര് ഇടാനുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതും ഒരു മോഹൻലാൽ സിനിമ ഇത്രയും ഇൻഡസ്ട്രി മൊത്തം കത്തി നിൽക്കുന്ന സമയത്ത് ഇവനൊരു മോഹൻലാൽ സിനിമയായിട്ടോ തുടരും എന്നിട്ട് ഇവൻ ആറാ എന്ന് ചോദിക്കുന്നൊരു, അപ്പൊ ആ ഒരു അത് ശരിയല്ല. ഇപ്പൊ അങ്ങനെ സിനിമയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് തുടരും നിടുന്നത് ഭയങ്കര മോശമായിരിക്കും എന്ന് പറഞ്ഞൊരു തീരുമാനത്തിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും എത്തി. ഇത് നമ്മൾ ഇട്ടാൽ വെറുതെ ആ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ കൂടി വേറെ ഇറക്കിയിട്ടും, അപ്പൊ നമ്മൾ ആ മനുഷ്യന് നന്മ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം ഒരിക്കലും മോശമാകരുതെന്ന് പറഞ്ഞ് പിന്നെ അത് മാറി പിന്നെ തുടരും എന്നുള്ളതും വർക്കൗട്ട് ആണോ നമുക്ക് കൺഫ്യൂഷനായി. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എപ്പോഴാണ് വിന്റേജ് ഒക്കെ എത്തിയത്. വിന്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ബാധ്യതയാകുന്ന ഒരു പക്ഷം, ഒരു പക്ഷം വിന്റേജ് തുടരുന്നതിനേക്കാൾ ബെറ്റർ ടൈറ്റിലാണ്. ഫർഹാനൊക്കെ വിന്റേജിന് വേണ്ടി വാദിച്ച ആളുകളാണ്, ബിനു അടക്കം ഉള്ള ആളുകൾ വിന്റേജിന് വേണ്ടി എതിർത്ത ആളുകളാണ്. അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിനിടയിൽ രണ്ടുപേരുടെ തർക്കങ്ങൾ കേട്ട് അവസാനം രഞ്ജിത്തിനോട് ചോദിച്ചു, നിന്തേട്ടാ ഒന്നല്ലെങ്കിൽ വിന്റേജ് അല്ലെങ്കിൽ തുടരും, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പം രഞ്ജിത്തേട്ടൻ വേറൊരു ഐഡിയ, ഇംഗ്ലീഷിലും എല്ലാ ലാംഗ്വേജിലും ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ആ രീതിയിൽ വിന്റേജ് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഹിന്ദിയിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഈ പറയുന്ന അങ്ങനെ ഒരു ബിസിനസ് വൈസ് അതിനൊരു ഗുണമുണ്ടല്ലോ, ആ രീതിയിൽ വിന്റേജ്. അപ്പം നമ്മൾ ലാലേട്ടൻ്റെ അടുക്കയിൽ ഫൈനൽ വേണ്ടിക്കൊണ്ട് ചെല്ലുവാണ്. ഇങ്ങനെ ഡയറക്ടർ തുടരുമിലും വിന്റേജിലും ഹാപ്പിയാണ്, തുടരുമിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. ലാലേട്ടൻ എന്ത് തോന്നുന്നു? മോനെ തുടരുമിനേക്കാൾ ഇത്രയും സിംപ്ലിസിറ്റി ഉള്ള ഒരു ടൈറ്റിൽ ഇനി ഈ പടത്തിന് കിട്ടില്ല, എന്തിനാ അതിങ്ങനെ മാറ്റാൻ നോക്കുന്നത്? അത് മാറ്റേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വായനയിലും കാഴ്ചയിലും ഒക്കെ കാണുന്ന ഒരു പേര്, എന്തുകൊണ്ട് ഇതുവരെ ഈ ഒരു സിനിമയ്ക്ക് ഈ പേര് വന്നില്ല എന്ന് തോന്നുന്നൊരു പേര് നമ്മൾ എന്തിന് വേണ്ടാന്ന് നോക്കണം? തുടരുമാണ് ഏറ്റവും നല്ല ടൈറ്റിൽ എന്ന്. പിന്നെ നമ്മൾ ലാലേട്ടൻ്റെ വിഷൻ കൂടി കിട്ടിയപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് പിന്നെ നമ്മളതങ്ങനെ തുടരുമിലേക്ക് വന്നതാണ്. അത് എൻ്റെ എക്സൈറ്റ്മെന്റ് ഇതായിരുന്നു. പടത്തിന്റെ തുടക്കത്തിലും ഇന്റർവെല്ലും തുടക്കത്തെ ടൈറ്റിൽ നോക്കി അതിന് മുറിവുകളൊന്നും ഇല്ല, വളരെ ഭംഗിയുള്ള രീതിയിൽ ഉരുട്ടി.
അതിൽ ഇന്റർവെല്ലിലേക്ക് അതിലേക്ക് മുറിവുകൾ വന്ന് വീഴുകയും ലാസ്റ്റത്തെ ലാലേട്ടന്റെ ബാക്ക് ഷോട്ടിൽ അതിലേക്ക് തുന്നിക്കെട്ടൽ വന്നു. ആ എക്സൈറ്റ്മെന്റുകളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടായി വരികയും അങ്ങനെ സംഭവിച്ചാണ് തുടരും. അവിടെ ഒരു മോഹൻലാൽ തുടരും എന്നുള്ള സാധനം ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പം പിന്നെ മോഹൻലാലിന്റെ അഭിനയം സംബന്ധിച്ച് അങ്ങനെ പല ഇപ്പൊ ഒരു നമ്മളൊരു സോഷ്യൽ മീഡിയ ഡിബേറ്റിന്റെ ഒക്കെ കാലത്ത് പലതരം ചർച്ചകൾ സംഗതി പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ പെർഫോമൻസ് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു സിനിമയുടെ എൻഡ് നോട്ടായിട്ട് മോഹൻലാൽ തുടരുന്നു വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിന്നെ ഏറ്റവും വലിയ സക്സസ് പോസ്റ്ററിന്റെ സ്ഥലത്ത് 20ാം നൂറ്റാണ്ടിന്റെ നായകൻ തുടരുമോ എന്നുള്ളത് നായകൻ തുടരും എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ അവിടെ ഒരു 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 അതിൽ എൻഡ് നോട്ട് പോലും നായകൻ തുടരും എന്നുള്ള സംഗതി ഇത് രണ്ടും കൂടി മെർജ് ചെയ്യണം. ഇപ്പം ബാക്ക് ഷോട്ടിൽ ലാലേട്ടൻ നടന്നു പോകുന്നത് സ്ക്രിപ്റ്റിലെ കറക്റ്റ് ഷോട്ട് തന്നെയാണ്. അപ്പൊ അവിടെ തുടരും എന്നുള്ള ടൈറ്റിൽ വരുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ തുടരുന്നതിനേക്കാൾ ഉപരിയായിട്ട് തുടരും എന്നുള്ള ടൈറ്റിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഇത് ലാലേട്ടന്റെ ഓൺലൈനൊക്കെ നോക്കുന്ന സജീവുണ്ട്. സജീവും നമ്മൾ സെറ്റിലൊക്കെ വരുന്ന സമയത്ത് പടത്തിന് ടൈറ്റിൽ എന്താണെന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ സജീവിൻ്റെ ഒരു ദിവസം പറഞ്ഞു, ഈ പടം അവസാനിക്കുമ്പോൾ മോഹൻലാൽ തുടരും എന്നെഴുതി കാണിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സജീവിന്റെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ്, അത് അന്യായം അത് അപ്പൊ സജീവിന്റെ കണ്ണിലെ കണ്ട തിളക്കം. അപ്പം അങ്ങനെ ഒരാളുടെ കണ്ണിൽ തിളക്കം കണ്ടപ്പോൾ ഇതിന്റെ ഒരു സാധ്യത അപ്പൊ എന്റെ മനസ്സിൽ ഇത് കിടപ്പണം. അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ ഇത് പടം എഡിറ്റ് ചെയ്ത് വരുമ്പോഴല്ലേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് കാണാൻ സജീവനില്ല. പിന്നെ ഞാനതിങ്ങനെ ഷഫീഖിനെ എഡിറ്റ് ചെയ്ത് വന്ന് ലാസ്റ്റ് തുടരും എന്ന ടൈറ്റിൽ ഇട്ടപ്പോൾ ഞാൻ ഷഫീഖിനോട് ഷഫീഖെ ലാലേട്ടൻ ബാക്ക് ഷോട്ട് നീ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കും, എന്നിട്ട് തുടരും എന്ന് എഴുതി കാണിക്കും. അപ്പൊ അവൻ ചേട്ടാ എന്തൊരു മാർക്കറ്റിംഗ് ആണ് ചേട്ടാ. അവൻ അങ്ങനെയല്ല, എനിക്കത് അതിനേക്കാൾ വലിയൊരു ബ്രാൻഡിങ് വേറെ ഇല്ല ധൈര്യമായിട്ട് അത് പിടിക്കുന്നത്. അപ്പം അത് രഞ്ജിത്തേട്ടൻ എപ്പോഴും ഇടയ്ക്ക് പറയും അതിനേക്കാൾ വലിയൊരു മാസ് ഇല്ല പറഞ്ഞ നമ്മൾ വേറെ എന്ത്. ഇപ്പം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആണോ, ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. കാരണം ലാലേട്ടൻ പടങ്ങൾ ഇമോഷണലി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് പറയുന്ന ഒരു ഫീഡിങ് എനിക്ക് എപ്പോഴൊക്കെ കിട്ടും. ഇപ്പം നമ്മുടെ വന്ദനമാണെങ്കിലും തോറ്റ നായകൻ വിജയിക്കില്ല. അപ്പൊ ലാലേട്ടനെ പോലത്തെ ആളാണെങ്കിൽ എപ്പോഴും ഹീറോയിക്കിൽ തന്നെ നിർത്തണമെന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ എന്താ ഇതൊരു തോറ്റ നായകന്റെ കഥയായിട്ട് മാറുമോ, ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോവുമോ, നമ്മൾ ഇത്രയും മാസം പരിപാടിയൊക്കെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിട്ടൊരു ഗ്രാഫ് ഡിപ്പായി പോകുന്ന രഞ്ജൻ അതിനേക്കാൾ വലിയ മാസല്ലേ ഇതേ മോഹൻലാൽ തുടരും എഴുതി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു മാസം ഇനി നമുക്ക് കൊടുക്കാനില്ല. അതുകൊണ്ട് അത് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയിരിക്കും, എന്തായാലും നോക്കിക്കോ. പുള്ളി അത് ഓക്കെ പറഞ്ഞാൽ എനിക്ക് ഓക്കെ. കാരണം ഞാൻ പറഞ്ഞേ പുള്ളി ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ്. പുള്ളി 35 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ജയവും തോൽവിയും പതനവും എല്ലാം കണ്ടൊരു മനുഷ്യനാണ്. അപ്പൊ ആ രഞ്ജിത്തേട്ടൻ അത് എന്റെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ സിനിമയിലെ പല ഡിസിഷൻസ് എളുപ്പം. അപ്പൊ അത് ഞാൻ പിന്നെ അങ്ങനെ മോഹൻലാൽ തുടരും അങ്ങനെ അങ്ങോട്ട് വന്നു. സിനിമ നന്നായപ്പോ എല്ലാം നന്നായി. തരുൺ മൂന്നാമത്തെ സിനിമയിൽ എത്തുമ്പോൾ ഒരു വലിയ നഷ്ടമായിട്ടുള്ളത് നിഷാദ് യൂസഫിന്റെ ആയിരിക്കും. ഈ സിനിമ അതിന്റെ സിനിമയുടെ ഒരു പകുതിയിൽ വെച്ചിട്ടാണല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ബിഹൈൻഡ് ദ സീൻ ആളുകളെ നമ്മളൊരു പേരിലാണ് അടയാളപ്പെടുത്തുന്നത്. ഈ സിനിമയിൽ ഏതോ നിയോഗമോ ഏതോ നിലയ്ക്ക് മോഹൻലാലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാസ് ചെയ്യുന്ന വണ്ടിയിൽ നിഷാദ് ഉണ്ട്. പിന്നെ അതൊരു ട്രിബ്യൂട്ട് കൂടിയാണ്. നിഷാദിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉള്ള സിനിമയാണ്. ആ രീതിയിൽ കൂടി ഡോക്യുമെന്റ് ചെയ്യപ്പെടാണ്. നിഷാദിനെ ഏത് രീതിയിൽ ഓർക്കും ഈ സിനിമ? നിഷാദ് എൻ്റെ ഒരു ഭയങ്കര ധൈര്യമായിരുന്നു. ഈ പറയുന്ന പോലെ ജാവ ഇപ്പം ഡയറക്ടർ എന്ന രീതിയിൽ എന്നെ ആളുകൾ അംഗീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അമച്ചുറിസങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചത് അവനാണ്. ഇപ്പം എനിക്ക് സൗണ്ടിൻ്റെ സാധ്യതകൾ എനിക്ക് ഓപ്പൺ ആക്കി തന്നത്. ഇപ്പോൾ ഒരു കുറച്ചും കൂടി ഓപ്പറേഷൻ ഒരു എഡിറ്റേഴ്സ് മൂവി കൂടിയാണ്. ഒരു സംവിധായകൻ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും അതിനെ ഡിസൈൻ ചെയ്തവനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അവനില്ലാണ്ടൊരു പരിപാടിക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് പരിചയമോ മുൻപരിചയങ്ങളോ ഒന്നുമില്ല. ഞാൻ ജാവ വഴി അടുക്കുന്നതാണ്. ജാവയുടെ എഡിറ്റ് കോവിഡ് സമയത്ത് ഞാനും നിഷാദും എൻ്റെ കോട്ടയത്തിൻ്റെ വൈഫ് ഹൗസിൽ ടോപ്പിലെ മുറിയിലിരുന്ന് ആണ് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 10-15 ദിവസത്തെ ഞങ്ങളുടെ ഇടപെടലിലൂടെയാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകും. അല്ലാത്ത പക്ഷേ ഒരു ടെക്നീഷ്യൻ എന്ന ബന്ധമേ ഉണ്ടാകും. പക്ഷേ ആ കോവിഡ് സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിഷാദ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററിനെ അടുത്തറിയാൻ പറ്റുക. അവൻ എന്നെ കുറെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൗണ്ടിന്റെ സാധ്യതകൾ സിനിമയിൽ എന്താണ്, അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നതിൻ്റെയൊക്കെ സൗണ്ടിന്റെ സാധ്യതകളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതിനെ അവൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അതിനൊരു ഗ്രാൻഡ് ഫിലിം മേക്കിംഗ് ആയിട്ട് മാറ്റിയത് നിഷാദാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൗദി വെള്ളയ്ക്ക ചെയ്യുന്ന സമയത്ത് നിഷാദ് അല്ലാണ്ട് വേറൊരു എഡിറ്റർ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പൊ സൗദി വെള്ളയ്ക്ക കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തമ്മിൽ ചെറിയ പിണക്കൊക്കെ ആയി. എന്ന് വെച്ചാൽ അവനിങ്ങനെ പെട്ടെന്ന് പിണങ്ങി ആംഗ്രി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പം
അപ്പോൾ സൗദി കഴിഞ്ഞിട്ട് പിണങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ അവനെ കൂടെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറയുന്ന അവൻ്റെ പരിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവൻ ശരിയാണ്, അവൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നീഷ്യനാണ്. പക്ഷേ ഈ പനോരമ ഉള്ള ഒരു 4 പേർക്ക് ടിക്കറ്റ് വരുള്ളൂ. ഒന്ന് നിർമ്മാതാവ്, സംവിധായകൻ, ആർട്ടിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചില പരിഭവങ്ങളും പരാതികളൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ റിലീസിന് സമയമായപ്പം വീണ്ടും അതൊരു മാജിക്കൽ സിനിമയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് വന്ന് വരികയും റിലീസിന്റെ പിന്നെ ഉള്ള സക്സസ്സുകളും ആ സൗദി വെള്ളക്കയുടെ ഓരോ മൊമെന്റുകളും ആസ്വദിക്കുകയും പിന്നീട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണം, ഇനി നമ്മൾ ഒരുമിച്ചൊരു സിനിമ 2 സിനിമ തരുൺ പുറത്ത് ചെയ്തതിന് ശേഷമേ, അല്ലെങ്കിൽ പുതിയ എഡിറ്റേഴ്സിനെയൊക്കെ തരുൺ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ അൺഫോളോ ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു പിണക്കത്തിൽ പോയ ആളുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ വിളിക്കുന്നത് അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ്. അപ്പം ഇതിനു മുമ്പ് ഈ സൗദി ചെയ്യുന്ന സമയത്തും ജാവ ചെയ്യുന്ന സമയത്തും എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, എന്നെ എപ്പോൾ അഭിനയിപ്പിക്കും. അപ്പം നിഷാൻ്റെ ഉള്ളിൽ ആക്ടർ ആണെന്നുള്ള ഇതിങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ വന്ന് നിഷാ, അത് സൗദിയിലും എനിക്ക് കിട്ടിയില്ല, ജാവയിലും കിട്ടിയില്ല, നമുക്ക് ഇനി ഏതെങ്കിലും സിനിമയിൽ ചെയ്യിക്കാം. അപ്പം അങ്ങനെ ഈ അൺഫോളോ ഒക്കെ ചെയ്ത് പിണക്കത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പം ഇവൻ പെട്ടെന്ന് ഒരു ദിവസം ഇവന് സ്റ്റേറ്റ് അവാർഡ് വന്നു, ഇവൻ തല്ലുമാലയ്ക്ക് ബെസ്റ്റ് എഡിറ്ററായിട്ട് വന്നു. അപ്പോൾ തന്നെ ഫോളോ വീണ്ടും എന്നെ തിരിച്ച് ഞാൻ തിരിച്ച് ഇവൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭയങ്കര താങ്ക് യു, എനിക്ക് സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമ എഡിറ്റ് ചെയ്യാൻ പറ്റി, അതേ സമയത്ത് തന്നെയാണ് ഞാൻ തല്ലുമാല ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കിക്കാണ് എൻ്റെ ലൈഫിൽ തന്നത്. അപ്പം അച്ഛനെ നമ്മളിങ്ങനെ പിണങ്ങിയൊന്നിരിക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ ഇനിയും ഒന്നിച്ചു. പക്ഷേ നമ്മൾ എഡിറ്റ്, അപ്പം ബന്ധങ്ങളുണ്ട്, വിളിയുണ്ട്, പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കിവൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പണങ്ങുമ്പോൾ എനിക്കും ഭയങ്കര ദേഷ്യം വരും. ഞാൻ ഒരു ദിവസം അവനോട് ഭയങ്കര ദേഷ്യപ്പെടുകയും ചെയ്തു, നീ നിഷാദിക്ക എന്നുള്ള നിഷാദെ അനാവശ്യമായിട്ട് ഇങ്ങനെ പ്രഷർ തരല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതവന് ഭയങ്കര ഫീൽ ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ പിണങ്ങി പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ള വേറെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിനിമയിലുള്ള കുത്തിത്തിരിപ്പും കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയോ അവൻ പിണങ്ങിപ്പോയതാണ്. അപ്പം അവൻ പിന്നെ തിരിച്ചു വന്ന്, ഞാൻ എല്ലാവരെയും അന്ന് പറഞ്ഞവരൊന്നും അല്ല ശരി, തരുണാണ് ശരി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വന്നെടുത്ത് അപ്പം പറഞ്ഞു, നമ്മൾ ഇനി തരുൺ ഒരു സിനിമ പുറത്ത് വേറെ എഡിറ്റർ, ഇപ്പം മഹേഷ് ഉണ്ട് എന്ന് വെച്ചാൽ, നിഷാൻ്റെ അസോസിയേറ്റഡ് ട്രെയിലറൊക്കെ ഉണ്ട്, മഹേഷ് ഉണ്ട്, അങ്ങനെയുള്ള പുതിയ എഡിറ്ററൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് എന്നാലേ നമ്മളും വളരുള്ളൂ, ഞാനും അങ്ങനെ വളരുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെയായിട്ട് വീണ്ടും ഒരു 2-3 സിനിമ കഴിയുമ്പോൾ വീണ്ടും ഒരു ഗ്രാൻഡ് ഗെറ്റ് ടുഗദർ നമുക്ക് തരുണും നിഷാദും ഒക്കെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞൊരു, അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇവൻ ലാലേട്ടൻ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നിഷാദ് എൻ്റെ നിഘണ്ടുവിലേ ഇല്ല ഇങ്ങനെ ഒരു, കാരണം അവൻ തന്നെ ഡിസൈഡ് ചെയ്തു ഇനി തരുണമായിട്ടൊരു പടം ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇവൻ എന്നെ വിളിക്കുന്നത് ഈ അനൗൺസ്മെന്റ് പോസ്റ്റർ അയച്ചു തന്നിട്ട്, എനിക്കൊരു വേഷം എപ്പോൾ തരും എന്ന് ചോദിച്ചാൽ മെസ്സേജ് അയക്കണേ. അപ്പോൾ എഡിറ്റ് അല്ല അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ വേഷമാണ് ചോദിക്കണേ. അപ്പം എൻ്റെ കൂടെയുള്ള ഡയറക്ഷന് നിഷാനൊരു വേഷം കൊടുക്കണം കേട്ടോ. തോന്നാം ഒരു ചെറിയ വേഷമാണെങ്കിൽ ഒന്ന് സിഗ്നേച്ചർ ഉള്ള വേഷം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനെ നോട്ടീസ് ചെയ്യണം. അപ്പം അങ്ങനെ പല പല വേഷങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒന്നും സെറ്റാവുന്നില്ല. അവസാനം ഓൺ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായി വരുവാണെങ്കിൽ നിഷാനെ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്, ഈ ലോറിയിൽ പോകുന്ന ആൾ ലാലേട്ടനുമായിട്ടൊരു കോമ്പിനേഷൻ കിട്ടുന്നത്, അത് അന്ന് പോലെ ഉള്ളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പല എഡിറ്റേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പല ബിസി ഷെഡ്യൂളുകൾ, കാര്യങ്ങൾ. അപ്പം പല ഇൻഡസ്ട്രിയിലെ പല വലിയ നെയിമുകളും, കാരണം മോഹൻലാൽ പടം ആകുമ്പോൾ നമുക്ക് അങ്ങനെ എന്ത് നെയിമിനെയും ചൂസ് ചെയ്യാം. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം ഇത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ. അപ്പം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് ടെൻഷനുണ്ട് എഡിറ്റിൻ്റെ കേസിൽ. എനിക്ക് നിഷാദല്ലാണ്ട് വേറൊരാളെ ഈ സിനിമയെ ചിന്തിക്കാൻ ഇപ്പം പറ്റുന്നില്ല. അവൻ വന്നാൽ ഈ സിനിമ നന്നാവും. അപ്പം തരുണ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ നിഷാനെ നാളെ വിളിക്കാം. അപ്പം ഞാൻ നിഷാനെ വിളിച്ചിട്ട് പറയുന്നു, ഈ രണ്ട് സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒന്ന് മുന്നേ ആക്കാൻ പറ്റുമോ? കാരണം ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പം നീ ഇല്ലാണ്ട് എനിക്ക് ഈ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ചോദിക്കും എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. കാരണം ഒരു മോഹൻലാൽ പടം എഡിറ്റ് ചെയ്യാൻ, കാരണം എൻ്റെ വീരവാദത്തിന് ഞാൻ പറയുകയും ചെയ്തു 2 പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ നിഷാദ് പടത്തിൽ ഇന്നാവുന്നു. നിഷാദ് ഈ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചിട്ട് എനിക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നത്, ഇത്ര കോടി ക്ലബിൽ ഈ പടം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവൻ എനിക്ക് അയച്ചിരിക്കും മെസ്സേജ്, ഇത്ര കോടി ക്ലബിൽ ഈ പടം ഉണ്ടായിരിക്കും, നോക്കിക്കോ, എൻ്റെ വാക്കാണ്. അങ്ങനെ ഇത് ലാലേട്ടൻ്റെ ഈ ബാത്റൂം സീക്വൻസ് ഒക്കെ അവന് ഫൂട്ടേജിലായി. ഇത് അയച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട്, എന്താണ് ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ വേണം അഭിനയിക്കാൻ, ഇവിടെ ഇപ്പോൾ ഉള്ളവരൊക്കെ എന്താണ് കാണിക്കുന്നത് പറഞ്ഞു. ഇവനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ലാലേട്ടൻ അവനിലെ ഫാൻ ബോയ് കൊണ്ടുവരുക. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഷെഡ്യൂൾ ബ്രേക്ക് വന്ന് ഞങ്ങൾ പടത്തിൻ്റെ ഓർഡറിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷോട്ടുകളും
പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്, ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള അവൻ്റെ കോൺട്രിബ്യൂഷൻസ്, ശബ്ദങ്ങൾ. അപ്പം എനിക്കുണ്ടായൊരു വളർച്ചയുണ്ട്. അപ്പം ഞാൻ ശബ്ദങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരുപാട് വളർച്ച വന്നിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നിഷാദാണ് എന്നെ അത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവനോട് അഭിനയിക്കാൻ ഞാൻ പറയുന്നു. അപ്പോൾ ഇവൻ ആദ്യമേ ഞാൻ ലാലേട്ടൻ അത് ശരിയാവില്ല മച്ചാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു വന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അഭിനയിക്കാം, ഞാൻ ലാലേട്ടനോട് നമ്മൾ എന്തിനു മിസ്സാക്കണം എന്ന് പറഞ്ഞ് ഇവൻ പാലക്കാട് വരുന്നു. പാലക്കാട് വന്ന് ഇവൻ ലാലേട്ടനുമായിട്ട് ഉള്ള കോമ്പിനേഷൻ സീൻ ചെയ്യുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ പോകുന്നു. അതിൻ്റെ അടുത്ത ദിവസം കങ്കുവയുടെ ഓഡിയോ ലോഞ്ചാണ്. അപ്പം ഈ ഷഫീഖ് ഇവരൊരിക്കലും ഒരു സ്പോട്ട് എഡിറ്ററിനെയും വില വെക്കാറില്ല. കാരണം സ്പോട്ട് എഡിറ്റിംഗ് ഫോളോ ചെയ്യേണ്ട ആളല്ല. സ്പോട്ട് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ. ഇപ്പൊ ഇവര് മ്യൂസിക് ഒക്കെ ഇട്ട് ഡയറക്ടറെ കാണിക്കുന്ന പരിപാടി ഇവന് ഇഷ്ടമല്ല. ഇവന് സ്പോട്ട് എഡിറ്ററിന്റെ ജോലി ഇതാണ്. അല്ലാണ്ട് ഡയറക്ടറെ എഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്റെ ജോലിയാണെന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലാണ് അവൻ നിൽക്കണം. അപ്പൊ അവൻ ഒരു സ്പോട്ട് എഡിറ്ററിനെയും നോക്കാറില്ല, കാണാം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ജാവ ചെയ്യുന്ന സ്പോട്ട് എഡിറ്ററായിട്ടൊക്കെ ഇവൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സൗദി ചെയ്യാമെന്ന സ്പോട്ടറായിട്ട് ഇവൻ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഹെൽപ്ലെസ് ആയി പോണ സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞു ഷഫീഖ് എന്ന് പറഞ്ഞപ്പോൾ അവൻ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഷഫീഖ് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു ഷഫീഖിന്റെ എഡിറ്റുകളൊക്കെ. ഞാൻ പറഞ്ഞു ഒന്ന് ഷഫീഖിന്റെ എഡിറ്റൊക്കെ ഒന്ന് കണ്ടു നോക്കി, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അവൻ ഭയങ്കര നീ പിടിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് എനിക്ക് എഡിറ്റ് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവൻ ആദ്യം പുച്ഛിച്ച് എന്ത് അത് നമ്മൾ എഡിറ്റബിളും നമ്മൾ നോക്കിക്കോളാം, കാരണം അത് ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും കാണുന്നേ ഇല്ല. പിന്നെ പാക്കപ്പൊക്കെ വിളിച്ച് ഞാൻ തിരിച്ച് ആ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ടെൻറ്റിലിരുന്ന് ഹെഡ്സെറ്റും വെച്ച് ഷഫീഖ് അത് എഡിറ്റ് നിഷാദ് കണ്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇവനങ്ങനെ ഞാൻ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു സ്പോട്ടും അവൻ ഫോളോ ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്ന് എനിക്ക് പറഞ്ഞു ചേട്ടാ എനിക്ക് പണി എളുപ്പമാണ്, ഞാൻ പിടിക്കണ പോലെ തന്നെ അവൻ പിടിച്ചേക്കണേ. അപ്പൊ ഇനി നമ്മളത് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ മതി, അവൻ അങ്ങനെ തന്നെ കട്ട് ചെയ്യട്ടെ, അത് അവൻ പൊളിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ നിഷാദ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ താങ്ക് യു മെസ്സേജ് അയക്കുന്നു. കാരണം ലാലേട്ടനൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അഭിനയിക്കാൻ പറ്റി, താങ്ക് യു നിർത്തണേ. സ്നേഹം വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ സ്നേഹം, പണക്കം വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ പണക്കം. ഇതാണ് നിഷാദിന്റെ പ്രശ്നം. അപ്പം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവൻ കങ്കുവയുടെ പ്രോഗ്രാമിന് പോകുന്നു. കങ്കുവയുടെ പ്രോഗ്രാം ആകുമ്പോൾ എനിക്ക് ആ സ്റ്റേജിൽ അവരെല്ലാവരും കൂടെ കയറ്റി നിർത്തിയ ഫോട്ടോസൊക്കെ അയച്ചു ഹാപ്പിയാണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഹാപ്പിയാണെന്ന് മെസ്സേജുകൾ വരുന്നുണ്ട്, അയക്കണുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഈ ലാലേട്ടൻ്റെ റെയിനിലുള്ള സീക്വൻസ് എടുത്ത് ഞാനൊരു 4 മണി 5 മണി ആയപ്പം റൂമിൽ വന്നപ്പം നമ്മുടെ പണിയിലൊക്കെ അഭിനയിച്ച ബോബി ചേട്ടനുണ്ട്, ഈ ലാലേട്ടൻ്റെ തന്നെ സുഹൃത്താണ്. അപ്പം നിഷാദിൻ്റെ ഒരു കോമൺ ഫ്രണ്ടാണ്. നമ്മൾ നിഷാദ് പോയി എന്ന് പറഞ്ഞ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം രാത്രി അത് 3 മണിക്ക് എനിക്ക് അയച്ചേക്കണം, ഞാൻ കാണുന്നത് 4:30-ക്കാണ്. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചിട്ടൊന്നും ആരും ഫോൺ എടുക്കില്ല. ഞാൻ നേരെ ബിനുവിനെ വിളിച്ച് നിഷാദ് പോയി എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഡാർക്ക് അടിക്കണം ബിനുചേട്ടൻ. അപ്പം അങ്ങനെ നേരെ ബിനുചേട്ടൻ ഖാലിദിനെ വിളിച്ച് നോക്കുമ്പോൾ സംഭവം നിഷാദ് ഇങ്ങനെ ചെയ്തു എന്നൊരു. അപ്പം ഞാനും ബിനുചേട്ടനും ആ എന്താ പറയുക തൊടുപുഴയിലത് ആ ഹോട്ടൽ മുറിക്കകത്ത് ഒരു ഇരിപ്പിരുന്നിട്ട് 10 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നോക്കുന്നില്ല. പിന്നെ എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും സനു എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റും കൂടി ചേർന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. അവിടെ പോയി നിന്ന് ഇവൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. കാരണം അതിന് മുമ്പത്തെ ദിവസത്തെ മെസ്സേജിൽ പോലും ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അവൻ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതിന്റെ പിന്നാമ്പുറം കഥകളിലോട്ട് അന്വേഷിച്ച് പോകാനും നമുക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ മനസ്സിൽ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകൾ ഞാൻ ജീവിക്കുകയാണെന്ന് എഴുതിയ ഒരു മെസ്സേജാണ് ലാസ്റ്റ് അവൻ എനിക്ക് അയച്ചിരിക്കുന്നത്. അതും ഈ പറയുന്ന പോലെ ഒരു സൂര്യയുടെ ഒരു പടം കഴിഞ്ഞ് സൂര്യയുടെ അടുത്ത പടം ഈ പറഞ്ഞ RJ ബാലാജി എന്നൊരു പടത്തിന് പോയിട്ട് അവിടെ പോയി RJ ബാലാജിനെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഫോട്ടോ വെച്ചിട്ട് കുറെ ലവ് സിമ്പിൾ എനിക്ക് ചെയ്തു. എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും അവൻ്റെ ആ ഫോട്ടോയും സ്മൈലിയും ലവും കിടക്കണം. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടുള്ളൊരു മനുഷ്യൻ ഏതോ ഒരു സമയത്ത് തോന്നിയ ഒരു എന്താ പറയുക ഒരു മോശം ബുദ്ധിയിൽ ചെയ്തൊരു കയ്യബദ്ധം എന്നുള്ളതേ ഞാൻ കാണുന്നു. പക്ഷെ എനിക്ക് എന്തിനായിരുന്നു എന്നുള്ളത് അറിയാനും പാടില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ ഒരുപാട് പേര് എൻ്റെ അടുക്ക ചോദിക്കും എന്തിനായിരിക്കും, പക്ഷെ എനിക്കത് അറിയണ്ട. അപ്പൊ അവൻ്റെ നിഷാദിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടൊരു മൂവി ആയിരുന്നു ഇത്. അപ്പം അവൻ്റെ പോലീസ് സ്റ്റേഷൻ സീക്വൻസിലൊക്കെ നിഷാദിൻ്റെ ഒരു രീതികളുണ്ട്. ഇപ്പം ഞാൻ ഹാൻഡ് മെയ്ഡ് മൂവീസ് എന്ന് പറഞ്ഞില്ലേ, അതിനെ കൃത്യമായിട്ടൊരു താളത്തിൽ കൊണ്ടുവന്നിടാൻ നിഷാദിന് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ തുടക്കത്തിലെ
തുടക്കത്തിൽ ഉരുൾപൊട്ടൽ ഏരിയയുടെ കുറച്ച് വിഷ്വൽസിൻ്റെ സൗണ്ട് ട്രീറ്റ്മെൻറ്റുകൾ അവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ബാത്റൂം സീക്വൻസിൻ്റെ പരിപാടികളിൽ കുറച്ച് ഏരിയ അത് പിന്നെ ഷഫീഖിൻ്റെ രീതിയിൽ മാറ്റി കട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഷോട്ടുകളൊക്കെ പിക്ക് ചെയ്തേക്കുന്നത് നിഷാദ് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പടത്തിൻ്റെ അവസാനത്തെ ഏരിയയിൽ കുറച്ച് ഏരിയാസ് അവൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടുകൾ അതേപോലെ തന്നെ നിലനിർത്താൻ ഞാൻ ഷഫീഖിനോട് പറഞ്ഞത്. പിന്നെ ഓവറോൾ ഈ പടം ഡിസൈൻ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷഫീഖാണ്. അവൻ്റെ ഓർഡറിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൻ പേഴ്സണലായിട്ട് കണ്ടിരുന്ന കുറച്ച് സീനുകളുണ്ട്, അതേ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലെ സീൻ, ഈ ബാത്റൂം സീൻ, അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി ഷഫീഖിനോട് ഫുൾ പടം റീ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഷഫീഖാണ് പിന്നെ റീഡിസൈൻ. എന്നാൽ അതിനൊരു നിഷാദിന്റെ കയ്യൊപ്പുണ്ട്. എല്ലാ നിലയ്ക്കൊരു ഡോക്യുമെന്റ്. ഈ സൗണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ വിഷ്ണു ആണ് ജാവ മുതൽ തുടരുന്ന ടോർപിഡോയിലും വിഷ്ണു എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ സൗണ്ടിന് ഇങ്ങനെ ഒരു കീ റോൾ ഉണ്ടല്ലോ. പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇപ്പൊ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ആംബിയൻസിന്റെ ഇപ്പം ഒന്നാമത് ഇതിലൊരു വിന്റേജ് കാറാണ്. ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺഅവോയ്ഡബിൾ ആണ്. ആ ഒരു സൗണ്ട് എന്നുള്ളത് ഒരു സൗണ്ട് സ്കേപ്പിൽ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ ഈ 4 സിനിമകളിലും ഇപ്പം ഈ പറഞ്ഞ 3 സിനിമകളിലും 4ാം സിനിമ ടോർപിഡോയിലാണെങ്കിലും ഞാൻ അധികം ഇൻവോൾവ് ആകാത്ത, അല്ലെ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും വിഷ്ണു തരാൻ പോകുന്നത്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടെക്നീഷ്യനാണ് വിഷ്ണു. ഇതുവരെയും വിഷ്ണു എടുക്കൽ അങ്ങനെ മാറ്റിച്ചേയ് ഇങ്ങനെ മാറ്റിച്ചേയ് ഇത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു ടോക്കുകളും ഈ പടങ്ങളിലൊന്നും അവൻ ചെയ്തു തരുന്നതിനകത്ത് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അവൻ്റെയും തരുണിനെ എക്സൈറ്റഡ് ആക്കുക എന്നുള്ളൊരു ഇതിലാണ് അവനും എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഇനി ഞങ്ങൾ അവൻ തന്നെ അവൻ്റെ ഒരു ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5.1 മിക്സിൽ സെൻസറിന് പോകുന്നതിന് മുന്നേ ഒരു ഔട്ട് കാണിക്കാൻ പോകുന്ന മൊമെൻറ്റിൽ അവൻ എന്നെ അവൻ്റെ അടുത്തിരുത്തും. അവൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് അവൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൗണ്ട് സ്കേപ്പ് മൊത്തം കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുമ്പം ആ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്ത് അതിൽ നിന്ന് എനർജി കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അപ്പം എനിക്ക് ഒരു ടെൻഷൻ തരാത്ത, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ഒരു ഫീൽ തരുന്ന ഒരു ടെക്നീഷ്യനാണ് വിഷ്ണു. അപ്പോൾ അത് മിക്സിൻ്റെ കേസിലൊന്നും എനിക്ക് അങ്ങനെ ഒരു കൺസേൺ, ചെറിയ കർഷൻ അവിടെ ഇങ്ങനെ കേട്ടാൽ നല്ലതായിരിക്കും ഇങ്ങനെ കേട്ടാൽ നല്ലതായിരിക്കും എന്നപ്പുറത്തേക്ക് ഓവറോൾ ഡിസൈനിലൊന്നും ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അത് ഇനിയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പം ഞാൻ ഈ സിനിമയിൽ ആദ്യം വിഷ്ണുവിന് മെസ്സേജ് അയക്കുന്നത്, എടാ അളിയാ നിന്റെ ആനയുടെ ശബ്ദങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് കേൾക്കണം. ഇതുവരെയും നമ്മൾ ഓഡിയൻസ് കേൾക്കാത്ത, മലയാളി പ്രേക്ഷകന് പരിചിതമല്ലാത്ത ആനകളുടെ സന്തോഷം മുതൽ എല്ലാ ഇമോഷൻസും കാണിക്കാൻ പറ്റുന്ന ഒരു ലൈബ്രറി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പം അവനും എന്നെ അപ്പം തന്നെ വിളിച്ച്, എന്തിനാണ് ഇപ്പം ആനയുടെ ശബ്ദം? ഞങ്ങളുടെ അടുത്തൊരു ലാലേട്ടൻ പരിപാടി ഇങ്ങനെ പ്ലാനിലുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആനയുടെ ഒരു എലിമെൻ്റ് ഇങ്ങനെ കിടന്ന് കാണാം. അപ്പം എനിക്ക് ഒരു ലൈബ്രറി വേണം. എനിക്ക് എങ്ങനെയാണ് ആനയ്ക്ക് വേദനിക്കുമ്പം കരയണമെന്നറിയില്ല, അല്ലെ എങ്ങനെയാണ് ആനയ്ക്ക് ദേഷ്യം വരുമ്പം കരയണമെന്നറിയില്ല. അപ്പം അങ്ങനെ എനിക്ക് പലതരം സൗണ്ടുകൾ വെച്ചിട്ട് ഇത് മാത്രമേ ഞാനും വിഷ്ണുവും തമ്മിൽ, ഉരുൾപൊട്ടലിൻ്റെ സീക്വൻസിങ്ങിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി പോലും ഞാൻ സംസാരിച്ചില്ല. ഞാൻ ആകെ ചോദിച്ചത് അബൌട്ട് ദിസ് ലൈബ്രറി, നിൻ്റെ ഈ ലൈബ്രറി ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റാക്കിക്കോളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് അവൻ സെറ്റ് ചെയ്ത് തന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് കാണാൻ പോയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വലിപ്പത്തിലാണ് അവൻ്റെ ഒരു ഡിസൈൻ ലെവൽ അല്ലെ മിക്സ് ലെവൽ ഉള്ളത്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റഡ് ആണ്. എല്ലാ സ്റ്റേജിലും വളരെ മിനിമൽ ലെവൽ ഓഫ് ഡിസ്കഷനിൽ ഏറ്റവും ബെറ്റർ ഔട്ട്പുട്ട് തരുന്ന ഒരു ടെക്നീഷ്യനാണ് വിഷ്ണു. അപ്പം അവനും കുറേ വിശ്വാസങ്ങളുണ്ട്. ഈ പറയുന്ന അവൻ സൗണ്ടിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം ഞാനും ഈ പറയുന്ന പോലെ ഒരു സീൻ കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ സാധ്യതകൾ മാക്സിമം നോക്കാറുണ്ട്. ഇപ്പം ഡ്രില്ലിങ് മെഷീൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മഴ, ഇടിവെട്ട്, അല്ലെങ്കിൽ കാടിൻ്റെ സ്പേസ്, അല്ലെങ്കിൽ ഈ പാമ്പുകളുടെ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ കാറ്റ്, അങ്ങനത്തെ എലിമെന്റുകൾ എപ്പോഴും സിനിമയിൽ മിസ്സായി. കാറ്റൊക്കെ നമ്മൾ സിനിമയിൽ അപ്പൊ അങ്ങനെ ഇപ്പൊ സൗദി വെള്ളക്കയിലും അതേപോലത്തെ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സൗദി വെള്ളക്ക കുറച്ചും കൂടി ആളുകൾ അതിനൊരു ഇമോഷണൽ സിനിമയായിട്ട് സൗണ്ട് ഡിസൈൻ ഒക്കെ ആളുകൾ അതിനൊപ്പം ആസ്വദിച്ചു പോയി, അതിനെ മേളിൽ കയറിയിട്ടില്ല. അപ്പം ഇത് കുറച്ചും കൂടി സൗണ്ട് ഡിസൈൻ ബേസ് നിൽക്കേണ്ട സിനിമ. ഇപ്പൊ നമ്മൾ ഈ സൗണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, ഇപ്പം ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും നമ്മൾ ചെയ്യുന്ന ഈ ഒരു അറ്റ്മോസ്മിക്സ് ഒക്കെ എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഞങ്ങൾ പല തിയേറ്ററിലും പോകുമ്പോൾ ഇടാ നമ്മൾ ചെയ്ത സൗണ്ടുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നൊരു പരാതി, സങ്കടവും വിഷ്ണുവും ഞാനും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഞങ്ങൾക്ക് ഇതേ, കാരണം ഞങ്ങൾ മിക്സ് സ്റ്റുഡിയോയിൽ ഇരുന്ന് കേൾക്കുന്നതിൻ്റെ ഒരു 70% കേട്ടാൽ ഈ സിനിമ ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും
ചില തിയേറ്ററുകൾ സൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് എല്ലാ ടെക്നീഷ്യൻസിന്റെയും പ്രൈമറി കംപ്ലൈന്റുകൾ ഒന്നാണ് ഇത് ഗ്രേഡും സൗണ്ടും. അപ്പം അത് അത് ഇപ്പം വിഷ്ണു ആണെങ്കിൽ വിടിയല്ല, വിഷ്ണു തിയേറ്ററിൽ പോയിട്ട് സൗണ്ട് ലെവൽ കുറവാണെങ്കിൽ അപ്പോൾ ഓപ്പറേറ്ററെ പോയി കണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന ഒരു തന്നെ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം, നിങ്ങൾ പ്രേക്ഷകരിപ്പം പറയാം, പ്രേക്ഷകരിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഒരു 60% കിട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില തിയേറ്ററുകൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ ഒരു ഭൂരിഭാഗം തിയേറ്ററുകൾ അത് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതാണ്. അപ്പം ഞാൻ ഈ സിനിമ തുടങ്ങുമ്പോൾ ലാൽ സാറിൻ്റെ ഫാൻസിൻ്റെ അടുക്കലൊക്കെ പറഞ്ഞു, നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ സൗണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ആ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ലൗഡാക്കി വെക്കുക എന്നുള്ളതല്ല പ്രശ്നം തന്നെയാണ്. ഈ പറയുന്ന ടോപ്പിൽ എല്ലാ സ്പീക്കറുകളും വർക്ക് ചെയ്യുന്ന രീതിയിൽ ഏത് ഫ്രണ്ടിൽ നിന്ന് കേൾക്കണം. ഏതോ ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ജിംഖാനയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു സിനിമ വിഷ്ണുവിന് കിട്ടുന്ന ഫീൽ പറയുന്ന ഡയലോഗ് ഒക്കെ മോളിൽ നിന്ന് കേൾക്കണം. അപ്പൊ അത് എത്രത്തോളം പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാൻ മലയാളികളും പ്രേക്ഷകരും എല്ലാവരും കൂടി ഒരു ശ്രമം നടത്തിയാൽ, നമ്മളിപ്പം എല്ലാവരും ഈ 100 രൂപ ടിക്കറ്റ് 150 രൂപ ടിക്കറ്റിന്റെ വില പറയും. ഈ 150 രൂപ ടിക്കറ്റ് എടുക്കുന്നവന്റെ അവകാശമാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ സിനിമ കാണുക എന്നുള്ളത്. അതിനൊരു ക്രിയേറ്റീവായിട്ടൊരു ശ്രമം പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സൈഡിൽ നിന്നും ഓണേഴ്സിൽ തിയേറ്റർ ഓണേഴ്സിൽ നിന്നും ക്രിയേറ്റീവ് ആ ഒരു ഏരിയ ഇപ്പോഴും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഗ്രേഡ് ചെയ്യുന്ന പല ഗ്രേഡിലായിരിക്കും കാണുന്നത്. നമ്മൾ ബ്ലീച്ചോടുകൂടി കാണാറുണ്ട്, ചിലത് ഡാർക്ക് ഷെയ്ഡ് കൂടി കാണാറുണ്ട്. ഇതെങ്ങനെയാണ് എല്ലാ തിയേറ്ററിലും ഒരേപോലെ കാണിപ്പിക്കുക കേൾപ്പിക്കുക എന്ന് പറയുന്ന ചോദ്യം വലിയ ചോദ്യചിഹ്നമായിട്ട് എല്ലാവരുടെയും കൺസേൺ ആയിട്ട് ഈ ഫാൻസിന്റെ കാര്യത്തിനോട് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ മോഹൻലാൽ ഫാൻസ് വേഴ്സസ് മോഹൻലാൽ ഫാനായ തരുൺ മൂർത്തി, അതൊരു പോരോ പ്രശ്നമല്ല. എന്നാൽ പോലും അവർക്ക് ഈ മനുഷ്യൻ എന്താണ് ഇതിന്റെ ടൈറ്റിൽ വിടാത്തത്, ഈ മനുഷ്യൻ, അതായത് ഇതിന്റെ പ്രൊമോഷൻ കുറവാ, പ്രൊമോഷൻ അതായത് ഒരു പരാതിയാണല്ലോ. പക്ഷെ നമ്മൾ കാണുന്നത് ആഫ്റ്റർ റിലീസ് അവരുടെ മുന്നിൽ മോഹൻലാൽ അല്ല എത്തുന്നത്, തരുണാണ് തിയേറ്ററിൽ. അവര് അവരുടെ എല്ലാത്തരം സ്നേഹവും സമീപ വർഷങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം, അതായത് ഒരു ഫാൻസിന്റെ അവരൊരു തൃശ്ശൂർ പൂരം നടത്തുന്ന മട്ടിൽ ഇതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫാൻസ് എല്ലായിടത്തും ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ സക്സസ് സെലിബ്രേഷൻ പോലും ഫാൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണുന്നു. അവർ കേക്കുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു എല്ലായിടത്തും ഫാൻസ് നിറഞ്ഞു കവിഞ്ഞ് അവരുടെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ആഘോഷിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഒരുപാട് പേര് ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പറയുന്ന റിലീസിന് മുമ്പ് ഉള്ള ഒരു പ്രീ റിലീസ് സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇവരുടെ ആകാംക്ഷ ഉണ്ടല്ലോ, ടൈറ്റിൽ വിട് എന്താടാ കോപ്പയെ ടൈറ്റിൽ വിടാന്നൊക്കെ. അപ്പൊ ഇത് ഞാൻ പാട്ട് വിട് അല്ലെങ്കിൽ ട്രെയിലർ വിട്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സിനിമ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഒരു മാർക്കറ്റിംഗ് പ്ലാനും ഉണ്ട്. അത് പ്രൊഡ്യൂസർക്കും ഉണ്ട്, ഡയറക്ടറും. അത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ ഈ സിനിമ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ പിക്ചർ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം തുടരും എന്നുള്ള ടൈറ്റിൽ വിടുന്നതിന് സാഹചര്യങ്ങളും കൂടി നമ്മള് വെറുതെ ഒരു ടൈറ്റിൽ അങ്ങോട്ട് വിടണേക്കാളും നമ്മൾ ആ ടൈറ്റിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വേണം ആ ടൈറ്റിൽ വിടാൻ. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇവര് നമ്മളെ പേര് മെൻഷൻ ചെയ്ത് നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ, എനിക്കിത് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടും എനിക്കിത് ഫസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഫസ്റ്റ് സിനിമ ചെയ്യുന്നതിൻ്റെ അമച്ചറിസം എന്നിലുള്ളത് കൊണ്ടും എനിക്കിത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ഞാൻ തെറിവിളിയൊക്കെ കേൾക്കണം, ഞാൻ പിന്നെ ഇതൊക്കെ കാരണം ഞാൻ ഇവൻ്റെ തെറിവിളി കേൾക്കാൻ വേണ്ടിയല്ലോ സിനിമ ചെയ്യുന്നത്. ഞാനത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ബ്ലോക്ക് ചെയ്ത് എനിക്ക് 100-250 പ്രൊഫൈലുകൾ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഈ January 30 എന്നുള്ളൊരു റിലീസ് ഡേറ്റ് മാറിയപ്പോഴത്തേക്കും അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിൻ്റെ അത് വർക്ക് തീരാത്തത് വലിയ കാരണമാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് പ്ലാനിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അത് ചെയ്യാനുണ്ട്. അതിൻ്റെ അത് ഞാൻ ഇപ്പോഴും ഒരു ക്രിയേറ്ററിന്റെ രീതി പറയുന്നു, ഇന്ന് നിങ്ങൾ ഈ കാണുന്ന തുടരും ഒരിക്കലും എനിക്ക് January 30 തരാൻ പറ്റില്ല. അത് നമ്മൾ വർക്ക് തന്നേനെ, അത് ചിലപ്പോൾ അത് തീർത്ത് ഒരു രീതിയിൽ പുറത്തു വിട്ടേനെ. പക്ഷെ ഇന്ന് കാണുന്ന ഈ പറയുന്ന ചെണ്ടയും പരിപാടികളും അല്ലെങ്കിൽ ജെയ്ക്സ് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയ ചില മാജിക്കുകളുണ്ട്. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന April 25 ഡേറ്റ് ആണ്. അപ്പം അത് നമുക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം തട്ടിക്കൂട്ട് സിനിമ ഇറക്കാൻ പ്രൊഡ്യൂസറും റെഡിയല്ല, നമ്മളും റെഡിയല്ല. അപ്പം നമ്മൾ തീരുമാനിച്ചു January 30 റിലീസ് ഇല്ല എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു എക്സൈറ്റ്മെന്റിന്റെ നിരാശ ഉണ്ടല്ലോ, നീട്ടിവെച്ചത് മാറ്റിവെച്ചത് അറിയുന്നില്ലല്ലോ. അവരൊരു ഫ്രസ്ട്രേഷൻ അടിച്ച് നമ്മള് നീ കണ്ടു പഠിക്കടാ, അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ ഇന്ന ഫാൻസ് ബോയ്സ് ചെയ്യുന്ന പടങ്ങൾ കാണും, തമിഴ്നാട്ടിൽ ചെയ്യണ കാണുന്നു പറഞ്ഞ് എന്നെ ഇവര്
ട്വിറ്ററിലും ഒക്കെ ട്രോൾ മെറ്റീരിയൽ ആക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടം വന്നു. കാരണം നമ്മളൊരു ബെറ്റർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ലാൽ സാറിൻ്റെ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് പുറത്തുകൊണ്ടുവരാനാണ് നമ്മൾ. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ പറയും, എടാ ഞാൻ ലാൽ സാറിനെ വെച്ചിട്ടൊരു ഉഗ്രൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കോൺഫിഡൻസ് പറയാനും നമുക്ക് പറ്റില്ല. അപ്പോൾ സൈലന്റ് ആകുക എന്നല്ലാണ്ട് വേറെ ഒരു നിവൃത്തി. പക്ഷേ അതേസമയം തന്നെ സമീപകാലത്ത് ഒരു മോഹൻലാൽ ഫാൻസ് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്ത സിനിമയും സംവിധായകനും ഇത് ഒരേ ആള്. കഴിഞ്ഞാൽ ഈ പാട്ട് വന്ന സമയത്ത് ഫാൻസ് തന്നെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കോമ്പിനേഷൻ സീക്വൻസ് അത് ഭയങ്കര അപൂർവതയാണല്ലോ. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന് ഈ പറഞ്ഞപ്പോൾ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇവർ ഒരുപാട് ആളുകളുണ്ട് അതിന്റെ, നമുക്ക് നിരന്തരമായിട്ട് നമ്മളെ ഇവര് ഈ സമയത്തൊക്കെ നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. ചേട്ടാ ഞങ്ങൾ കൂടെ ഉണ്ട്, ചേട്ടൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചേട്ടൻ ഒരു നല്ല സിനിമയെ ചെയ്യുള്ളൂ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് നല്ല ലാൽ സാർ സിനിമ തന്നാൽ മതി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതെന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഈ ഫാൻ ഫൈറ്റിന്റെ പാർട്ടായിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന പ്രൊഫൈൽ, ഇതൊന്നും പേരുകളൊന്നും ഇല്ലാത്ത ഫേക്ക് പ്രൊഫൈൽ. അത് നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ചില പ്രൊഫൈലുകളും ഉണ്ട്, എന്നാലും കൂടുതലും ഈ ഫാൻ ഫൈറ്റിന്റെ പേരിലുണ്ടാകുന്ന FFC ഗ്രൂപ്പിൽ നിന്നുണ്ടായ അതിന്റെ ചീത്തവിളികളൊക്കെ കേട്ടോണ്ടിരിക്കണം. അപ്പൊ അത് ചേട്ടൻ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ചേട്ടൻ ഞങ്ങൾക്ക് നല്ല സിനിമ തന്നാകുന്ന അത് ഈ പറയുന്ന ജിതിനും ഷെബിനും എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഘം, ബിജു എന്നൊക്കെ പറഞ്ഞ വലിയ സംഘത്തിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. ചേട്ടാ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന. അത് പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മള് തിയേറ്ററിലൂടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, ഞാൻ എൻ്റെ വായിൽ നിന്ന് സ്ലീപ്പേഴ്സിൽ നിന്നൊരു വാക്കും വീണ്. ക്യൂവിന്റെ ഇന്റർവ്യൂലാണ് ഞാൻ ആൽബിന്റെ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞ. അപ്പൊ അത് അജു മുതൽ എല്ലാവരും സ്ലീപ്പർ സെൽ, അതായത് എല്ലാവരും റിയൽ ഫാൻ സ്ലീപ്പർ സെൽ. അത് ഏതാണ് സ്ലീപ്പർ സെൽ, നമ്മ എല്ലാവരും സ്ലീപ്പർ സെല്ലാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്ന് ഈ സ്ലീപ്പർ സെൽസ് എല്ലാവരും തിയേറ്ററിലോട്ട് വരാമെന്ന്. അപ്പൊ എനിക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇവരുടെ സ്നേഹം, ഇവരുടെ കെട്ടിപ്പിടുത്തം, ഇവരുടെ ഉമ്മ വെക്കൽ, ഇവര് കയ്യിലൊക്കെ പിടിച്ച് ഉമ്മ വെക്കുക, കെട്ടിപ്പിടിച്ചിട്ടും ഇവർക്ക് സ്നേഹം തീരാ. അത് എനിക്ക് നല്ല ആ ക്രൂവിന് ഫുള്ള് അത് കിട്ടുന്നതാണ്. അത് അപ്പൊ ഈ സിനിമയുടെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ ലാൽ സാറിന്റെ ഫാൻസിന്റെ ചേർത്തുനിന്നതിലാണ്. അപ്പം എൻ്റെ ഇടയ്ക്കൽ ഈ ഓൾ കേരള മോഹൻലാൽ ഫാൻസിലെ പയ്യന്മാര് തന്നെ ചേട്ടാ ചേട്ടനെ തെറി വിളിച്ചവരുടെ ഒക്കെ പ്രൊഫൈൽ പിക്ചർ ഇപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ആ പ്രൊഫൈൽ പിക്ചർ നാളെ മാറി അത് ചീത്തവിളികളാകാനും വലിയ മാറ്റങ്ങൾ. നമ്മൾ ഇപ്പൊ ഒരു നല്ല സിനിമ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ നാളെ നമ്മൾ ഒരു മോശം സിനിമ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ ട്രോൾ മെറ്റീരിയൽ ആക്കുന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ അങ്ങനെ മതിമറക്കൊന്നുമില്ല. എന്റെ കൂടെ ഇവരൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. നല്ല സിനിമ സംഭവിച്ചാൽ എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ നല്ല സിനിമകൾ മാത്രം സംഭവിക്കും എന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴും ബെറ്റർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു എസ്തറ്റിക് ഉള്ള എത്തിക്സ് ഉള്ള സിനിമ പറയാനാണ് നമ്മളിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ ഇട്ട് നിലത്തിട്ട് ചവിട്ടും എന്നുള്ള കാര്യത്തിൽ മുൻപ് പോയിട്ടുള്ള ആളുകളുടെയൊക്കെ ലൈഫ് നമ്മൾ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഓൺലൈനിൽ വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കും തന്നെ മുൻപ് അവർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നു. അതെ, ഓരോ വെള്ളിയാഴ്ചയിലും ഡിസൈഡ്. അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച ദൈവം സഹായിച്ച് എന്റെ കൂടെ നിന്നു, നാളത്തെ ഒരു വെള്ളിയാഴ്ചയും എന്റെ ഒപ്പം തന്നെ നിന്നാൽ ഇവരെ കൂടെ ഉണ്ടാവും. വെള്ളിയാഴ്ച നിന്നില്ലെങ്കിൽ ഇവര് നശിപ്പിച്ച് കളയും എന്നുള്ള കാര്യം അറിയാം. തുടരുന്നുള്ള സിനിമയുടെ സമാനതകളില്ലാത്ത അതിഗംഭീര വിജയം മുന്നേറുന്നതിനിടയിലാണ് സർപ്രൈസ് ആയിട്ട് ടോർപിഡോ അനൗൺസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇൻഡസ്ട്രി ഇൻസൈഡ് അറിയാം, തുടരിന് മുമ്പ് ഷൂട്ട് തുടങ്ങാനിരുന്ന സിനിമയാണ്. പക്ഷെ അതിൽ ഭയങ്കര രസമുള്ള കാസ്റ്റിംഗ് വരുന്നു, ഫഹദ് വരുന്നു, നസ്ലൻ വരുന്നു, ഗണപതി വരുന്നു, അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു കാസ്റ്റിംഗ്. ബിനു ഒരു കോമ്രേഡ് ആൻഡ് കോറൈറ്റർ ബിനു ആണ് എഴുതുന്നത്, സുഷിൻ മ്യൂസിക് ചെയ്യുന്നു, ജിംഷി, അങ്ങനെ ഒരു ടെക്നീഷ്യൻസിലൊക്കെ ഇപ്പൊ പറഞ്ഞ വിഷ്ണു ഒഴികെയുള്ള വിഷ്ണു തുടരുന്നു. അതെ, ഗോകുൽദാസ് ഉണ്ട്. എന്താണ് ടോർപിഡോ? ടോർപിഡോ ഈ പറയുന്ന പോലെ ബിനുവിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ബിനു എൻ്റെ ഇടയ്ക്ക് സൗദി വെള്ളക്കയുടെ സമയത്ത് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. ഞാൻ അപ്പം തന്നെ ബിനു എനിക്ക് ഞാൻ ചെയ്തോളാം ബിനു എന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയൊരു സബ്ജക്റ്റ്. കൈൻഡ് ഓഫ് ത്രില്ലർ, ഓപ്പറേഷൻ ജാവയൊക്കെ പോലത്തെ ഒരു ജോണറിലേക്ക് വീണ്ടും ഉള്ളൊരു പോക്കാണ്. എനിക്ക് എന്താ പറയുക, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം ആഷിഖാണ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് പടം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി തന്ന, അഡ്വാൻസ് അടക്കം നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയൊരു സിനിമയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ തുടരും വന്ന് കയറുന്നത്. തുടരും വന്ന് കയറുമ്പോൾ എൻ്റെ ടെൻഷൻ മൊത്തം എങ്ങനെ ആഷിഖിനോട് ഞാനിത് പറയുന്നുള്ളതാണ്. അപ്പം ആഷിഖിൻ്റെ അടുക്ക് ഞാൻ പറയുമ്പോൾ ആഷിഖിൻ്റെ അടുക്ക് ഞാൻ ഒരു നൈറ്റ് അത് വിളിച്ചു. ആഷിഖ് ഇങ്ങനെ ലാലേട്ടൻ്റെ പ്രോജക്റ്റ് നെക്സ്റ്റ് മന്ത് ഷൂട്ട് ചെയ്യാൻ പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? കാരണം അയാളോടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആഷിഖ് ഇതുണ്ട്, മച്ചാൻ മോഹൻലാലിൻ്റെ പടമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു ഗുഡ് ഫ്രണ്ടിൻ്റെ ഒരു, ഒരിക്കലും അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എത്രത്തോളം അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ
ആഷിഖിൻ്റെ സപ്പോർട്ടിൽ, ആഷിഖിൻ്റെ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്തിക്കലി ആസ് എ ഹ്യൂമൻ ഞാൻ ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ആഷിഖിൻ്റെ പടം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആഷിഖിൻ്റെയും വലിയ സന്തോഷമാണ്, ബിനുവിൻ്റെയും വലിയ സന്തോഷമാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിൽ ഒത്തുചേർന്നതാണ്. അപ്പം അതിൻ്റെ ഒപ്പം ഫഹദും നസ്ലിനും ഗണപതിയും ഈ പറഞ്ഞ അർജുൻ ദാസും ഒക്കെ ജോയിൻ ചെയ്തു എന്നുള്ളത് മറ്റൊരു തരം എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ആദ്യ 2 സിനിമകൾ ഞാൻ സ്വയം എഴുതി, 2ാമത്തെ സിനിമ ഒരു കോ റൈറ്ററിനൊപ്പം എഴുതി, ഇതിപ്പോൾ ഒരു വേറെ ഇൻഡിപെൻഡൻറ്റ് റൈറ്ററിനൊപ്പം എഴുതണം. അപ്പം ഈ ടെക്നീഷ്യൻസിൻ്റെ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പം നമ്മൾ മുൻപേ സഞ്ചരിച്ചിരുന്ന എല്ലാ സിനിമയിലും ടെക്നിക്കലി ചില കാഴ്ചകൾ മാറ്റാൻ, ഇപ്പം ഫായി, ജാവ, ശരൺ, ഇത് ഷായിച്ചേട്ടൻ, ഇത് അപ്പം ജിംഷി വരുന്നു. അപ്പം എൻ്റെ കാഴ്ചകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണം. അപ്പം സിനിമയ്ക്കും പുതിയ രൂപങ്ങൾ കിട്ടും. മ്യൂസിക്കലി സുഷിൻ്റെ ആയിട്ടുള്ള ജോയിനിങ് ഉണ്ട്, അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പല സിനിമകളും മാറി മാറി വന്നിട്ടിപ്പം അഗെയിൻ സുഷിനിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് എൻ്റെ റീ എഞ്ചിനീയറിങ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് ആക്ച്വലി ഈ പറയുന്ന നമ്മുടെ പുറപ്പെടോ. മോഹൻലാൽ ശോഭന എന്നുള്ളത് ഇപ്പം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവരും ഈ പറയുന്ന നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യയെ കണക്ട് ചെയ്യുന്നിടത്ത് അതല്ലാത്തൊരു പ്ലേസ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ജോഡിയുടെ ഒരു റിപ്പീറ്റ് അല്ല തരുൺ ഉണ്ടാക്കിയത്, ഒരു വേറൊരു തരം ഇമ്പാക്റ്റ് ആണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് അതെങ്ങനെ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞൊരു വാക്കില്ലേ, അത് ഇറങ്ങാനുള്ള പ്രധാന കാരണം ആക്ച്വലി മോഹൻലാൽ ശോഭനയാണ്. അവരെ കാണാനായിട്ടാണ് ഏജ് വ്യത്യാസം ഇല്ലാണ്ട് വന്നിരിക്കുന്നത്. അത് ഈ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ്. അപ്പം ശോഭന മാം എത്രത്തോളം ഈ സിനിമയിൽ ഒരു ആക്ട്രസ് എന്നുള്ളതിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 30% ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. കാരണം അത് അങ്ങനെ ഒരു സിനിമയല്ല. പക്ഷെ ഞാൻ മാമിനോട് കമ്മിറ്റ് ചെയ്യണമെന്നത് 2 കാര്യങ്ങളുണ്ട്. മാം ലാസ്റ്റത്തെ ഒരു നോട്ടം, ഈ സിനിമയിൽ ഒരു ഡിസിഷൻ ഉണ്ട്, ഈ മകളെ, അതെ, ഒരു മകളെ ചേർത്ത് നിർത്താൻ ഈ ഡിസിഷൻ എടുക്കണമെങ്കിൽ മാമിനെ അത് പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ആ നോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അത് 2 ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ശോഭന വന്നിരിക്കണമെങ്കിൽ പോലും ആസ് ആൻ ആക്ട്രസ് ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു നോട്ടം, പോലീസ് സ്റ്റേഷനിലെ നോട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു കരച്ചിലുണ്ട്. ആ കരച്ചിലിന് അവസാനം ആ പട്ടി കൊടയോടൊപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയ ഡിസിഷൻ ആ സിനിമയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കോടതിയിലെ ഉള്ളൊരു നോട്ടമുണ്ട്. ഇത്രയും എലിമെൻറ്റിൽ ആക്ട്രസിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം മോഹൻലാൽ ശോഭന എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു എലിമെൻറ്റിനെ നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫോർ മീ ഞാനത് എന്താ പറയുക, മാമിനെ ആക്ട്രസ് എന്നതിൽ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആ കോമ്പിനേഷനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സിലെല്ലാം. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അവർ എടുക്കുന്ന രീതികളുമൊക്കെ ഒരു പുതിയ, എനിക്കും ഞാൻ പറഞ്ഞില്ലേ പ്രൊഫഷണലിസത്തിൻ്റെ പുതിയ പാഠപുസ്തകങ്ങളാണ് ലാലേട്ടനും ശോഭന മാമും. അതാണ്. എന്തായാലും അതിഗംഭീര കഥകൾക്കൊപ്പം തുടരട്ടെ. താങ്ക് യു.